ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് പുരുരോമാളിയാളുന്ന പൂമൈ ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാബ്ജങ്ങളും തുംഗഭക്ത്യ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരച്ഛന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കൊച്ചി ഗുരുദേവ സത്സംഗത്തിൻ്റെ സമാദരണീയനായ പ്രസിഡൻറ്റ് ശ്രീ ബാബുരാജ് സാർ, സത്സംഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ സോമൻ ഗോപാലൻ സാർ, ഈ പരിപാടിയുടെ സത്സംഗത്തിൻ്റെ കൺവീനർ ശ്രീ രഞ്ജിത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ വിജയത്തിനായി നടത്തിപ്പിനായി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സാരഥികളെ, ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഗുരുദേവ ഭക്തരായ സജ്ജനങ്ങളെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിപാവനമായ നാമത്തിൽ എൻ്റെ വിനീതമായ പ്രണാമം ആമുഖമായി അർപ്പിക്കുകയാണ്. ധന്യധന്യമായ ഈ വേദിയിൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അസുലഭമായ അവസരം കൈവന്നതിൽ ഞാൻ മഹാഗുരുവിനോട് നന്ദി പറയുകയാണ്. ഒപ്പം ഇന്ന് വരാതിരുന്ന ആ മഹാത്മാവിനോടും നന്ദി പറയുകയാണ്. ചില്ലറക്കാരനൊന്നും അല്ല വരേണ്ടിയിരുന്നത്, IAS ഓഫീസറാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിലപ്പെട്ട നല്ല ഒരു പ്രഭാഷണമായിരിക്കാം നഷ്ടപ്പെട്ടത്. പക്ഷെ ഞാനതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അല്ലെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ നന്ദി പറയേണ്ടത് അനിവാര്യമാണ്. വിധി വരച്ചതു മാറി വരാൻ പണി പ്രതിവിധിക്കുമകറ്റരുതായത്ത്. വിധി ഒന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ആർക്കും പറ്റില്ല. ഇതാണ് എൻ്റെ വിധി. ഞാൻ വീട്ടിൽ പോകാൻ ബാഗൊക്കെ എടുത്ത് തയ്യാറാക്കി, നിങ്ങൾ കണ്ടില്ലേ, ബാഗൊക്കെ എടുത്ത് തയ്യാറാക്കി ഇരുന്ന ആളാണ്. അപ്പോഴാണ് നമ്മുടെ പ്രസിഡൻറ്റ് വന്ന് പറഞ്ഞത് ഇന്ന പോലെ ഇന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ വാക്കിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഗുരുദേവൻ്റെ ഒരു നിർദ്ദേശം പ്രസിഡൻറ്റിൻ്റെ ആ പൊന്നാവിലൂടെ വന്നു. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതെനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ വേറൊരു സത്യം കൂടി പറയാം. ഈ കൺവെൻഷനിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ സ്ഥിരം വർഷങ്ങളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ പ്രസിഡൻറ്റ് പറഞ്ഞു, പ്രഭാഷണത്തിന് പേര് ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് പറഞ്ഞു വെക്കരുതെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞത് വെക്കരുത്, വെക്കണ്ട. കാരണം നമുക്ക് അത്രയും കൂടി മറ്റൊരു മഹാത്മാവിന് പ്രസംഗിക്കാൻ കൊടുക്കാം. ഞാൻ കണ്ടത് അങ്ങനെയാണ് മറ്റൊരാളിൻ്റെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിധി, ആ വിധി വരച്ചത് മാറി വരാൻ പറ്റില്ല. ഞാൻ സ്വയം മാറണമെന്ന് വിചാരിച്ചാലും അത് ഗുരുദേവൻ വിധിയായിട്ട് കൊണ്ടുവന്ന് തന്നിരിക്കുക. അപ്പോൾ ഞാനത് സർവാത്മന സ്വീകരിക്കുകയാണ്. എന്നോട് പ്രസിഡൻറ്റ് പറഞ്ഞൊരു വിഷയം വേറെയാണ്. ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ ഈ 1 മണിക്കൂർ കൊണ്ടൊന്ന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് പഠിപ്പിച്ച് തീർക്കാൻ പറ്റിയില്ല. എനിക്കൊരു ഭാഷ ശൈലിയുണ്ട്. അത് അറിവെന്ന വിഷയമാണ് എന്നോട് പ്രസിഡൻറ്റ് പറഞ്ഞത്. അറിവിനെ സാമാന്യം നന്നായിട്ട് പഠിപ്പിക്കാൻ എനിക്കറിയാം. ഞാൻ അഹങ്കരിക്കല്ല, എൻ്റെ ഗുരുനാഥന്മാരുടെ കഴിവാണത്. ലോകപ്രശസ്ത പണ്ഡിതൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസങ്കല്പങ്ങളിലൊന്നാണ്
ശിവഗിരിയിലെ മതമഹാപാഠശാല അഥവാ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത്. ഈ മഹാഗുരുക്കന്മാരുടെ മഹാസങ്കല്പങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നടപ്പായിരിക്കും. അതാണ്. അത് ഗുരുദേവൻ മാത്രമല്ല, ഏത് മഹാപുരുഷനായാലും അവരുടെ സങ്കല്പം മഹാസങ്കല്പമാണ്. അവരൊന്ന് സങ്കല്പിച്ചാൽ അത് നടപ്പായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗുരുവിൻ്റെ ഒരു മഹാസങ്കല്പമാണ് ശിവഗിരിയിലെ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത്. ആ ബ്രഹ്മവിദ്യാലയത്തിലെ ആദ്യത്തെ മുഖ്യാചാര്യൻ പ്രൊഫസർ എം.എച്ച്. ശാസ്ത്രികൾ, എം. ഹരിഹര അയ്യർ എന്ന് പറയും. ആദ്യത്തെ മുഖ്യാചാര്യനാണ് പ്രൊഫസർ എം.എച്ച്. ശാസ്ത്രികൾ. അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ തന്നെയാണ് പഠിച്ചത്. ഞാനിപ്പോഴത്തെ നമ്മുടെ മഠാധിപതിയൊക്കെ അടക്കമുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു ദോഷവും വന്നിട്ടില്ല. ആ ഗുരുത്വത്തിൻ്റെ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അറിവ് ആ നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ അറിയാം. ആധികാരികമായിട്ടാണ് എന്നെ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചത്. പക്ഷെ അതിനുള്ള സമയം ഇവിടെ ഇല്ല. എനിക്ക് വെള്ള പൂശി പോകാൻ അറിയില്ല. അതാണ് എൻ്റെ കാര്യം. വെള്ള പൂശുക എന്ന് പറയല്ലേ, അങ്ങനെ പൂശി പോകാൻ പറ്റില്ല. ഒരു 2 മണിക്കൂറൊക്കെ നല്ല സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ കിട്ടുകയാണെങ്കിൽ എനിക്കറിയാം. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത്. അവരെയൊക്കെ ഞാൻ അറിവ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെള്ള പൂശിപ്പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു വിഷയം തിരഞ്ഞെടുത്തതാണ് ശ്രീനാരായണ ധർമ്മം. അത് നമുക്ക് എവിടെ നിന്നും തുടങ്ങാം, എവിടെയും നിർത്താം. അറിവ് അതുപോലെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ധാരയതി ഇതി ധർമ്മ എന്നാണ്. എല്ലാത്തിനെയും ധരിക്കുന്നതിനെയാണ് ധർമ്മമെന്ന് പറയുന്നത്. ധാരയതി ഇതി ധർമ്മ. ഈ പ്രപഞ്ചത്തെ തന്നെ ധരിക്കുന്നത് ധർമ്മം, എല്ലാത്തിനെയും ധരിക്കുന്നത് ധർമ്മം. അപ്പം ധർമ്മം എന്ന വാക്കിൻ്റെ പ്രസക്തി അതാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരു കൃതി ഗുരുദേവൻ്റേതായിട്ടുണ്ട്. ശിവഗിരി മഠത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 1924 പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. 23 തീരാൻ പോകുന്നു. 3 ദിവസം കഴിഞ്ഞാൽ 24 ആകുകയാണ്. ആ 24 ആകുക എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മം ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതിൻ്റെ 100ാം വാർഷികമാണ് വരുന്നത്. ചെറിയ കാര്യമല്ലത്. ശ്രീനാരായണ ധർമ്മം ശിവഗിരി മഠത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതിൻ്റെ 100ാം വാർഷികമാണ് വരുന്നത് 1924. എല്ലാവർക്കും ധർമ്മത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ധർമ്മം എന്ന പുസ്തകം അധികം പേരും മേടിച്ച് വായിക്കാറില്ല. എല്ലാവരുടെ കയ്യിലും ഗുരുദേവ കൃതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ധർമ്മം എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം അവിടെ ഉണ്ടെന്നും കണ്ടാൽ തന്നെ ഇതെന്തോ നമുക്ക് പറ്റാത്ത സാധന എന്ന് കരുതി എല്ലാവരും ഉപേക്ഷിച്ച് പോരുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഗുരുവിൻ്റെ മൊഴികളെ ഗുരു പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ എഴുതിയതല്ല ശ്രീനാരായണ ധർമ്മമെന്ന് പറയുന്നത്. ഗുരുവിൻ്റെ മഹത് വചനങ്ങളെ ഗുരുവിൻ്റെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ആത്മാനന്ദ സ്വാമി അടക്കമുള്ള ശിഷ്യന്മാർ ക്രോഡീകരിച്ച് അത് പദ്യരൂപത്തിലാക്കി, അത് സംസ്കൃത പദ്യരൂപത്തിലാക്കി, അതിൻ്റെ മലയാള അർത്ഥവും പദാനുപദ അർത്ഥവും മലയാള സാരാംശമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ മൊഴികൾ തന്നെയാണ് ശിഷ്യന്മാരുടെ ഭാഷയിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ധർമ്മം, ശ്രീനാരായണ ധർമ്മം. ആധികാരികമായിട്ട് പറയാം എന്താ ശ്രീനാരായണ ധർമ്മം. അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ടൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു കുഞ്ഞ് ജന്മമെടുക്കുമ്പോൾ മുതൽ, ഈ ജന്മമെടുക്കുമ്പോൾ മുതലെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജന്മമെടുക്കണമെങ്കിൽ ആ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരച്ഛനുണ്ടാകണം, അമ്മയുണ്ടാകണം. അച്ഛനും അമ്മ ഉണ്ടാകുക, അവർക്ക് അച്ഛനും അമ്മ ഉണ്ടാകണം. അതങ്ങനെ കണ്ണികളായിട്ട് അങ്ങനെ അത് പോകും. നമ്മളിത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു അച്ഛനുണ്ടാകണം, ഒരു അമ്മയുണ്ടാകണം. അവർ വിവാഹിതരാകണം. അപ്പം എങ്ങനെ വിവാഹിതരാകണം? അപ്പോൾ ആ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നത് പ്രസക്തിയല്ല. കാരണം ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്താണ് ഈ നിയമം പറയുന്നത്. ഇപ്പം ഗുരുകുല സമ്പ്രദായം ഇല്ല. അപ്പോൾ ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് അവിടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ഒരാൾ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം തൻ്റെ ഗുരുവിനോട് പറയണം. ആദ്യമായിട്ട് പറയേണ്ട ഗുരുവിനോട് പറയുക. ഗുരു ഇവൻ അല്ലെങ്കിൽ ഇവൾ വിവാഹത്തിന് അർഹനാണോ എന്ന് ഗുരുവാണ് തീരുമാനിക്കുന്നത്.
എന്നിട്ട് ഗുരു രക്ഷിതാക്കളെ അറിയിക്കുന്നു. ഉഭയസമ്മതപ്രകാരം പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെയാണ് അവർ അപ്പോൾ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് തന്നെ ഒരുവൻ അവൻ്റെ വധുവിനെ അല്ലെങ്കിൽ ഭാവി ഭാര്യയെ തിരഞ്ഞെടുക്കണം എന്നാണ് ഗുരു ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് എന്തായാലും പ്രായോഗികമല്ല, ആ നിയമമനുസരിച്ച് പ്രായോഗികമല്ല. പക്ഷെ അത് നമ്മുടെ പിള്ളേർ പ്രായോഗികമാക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കൂടെ പഠിക്കുകയാണ്, കമ്പൈൻഡ് ക്ലാസ്സാണ്. ഒരു ദിവസം നേരം പുലരുമ്പോൾ ഒരു ആൺചെറുക്കനെയും കാണില്ല, ഒരു പെൺകുട്ടിയെയും കാണുന്നില്ല. ഇന്നത് നടക്കുന്നുണ്ട്, ഗുരുകുലത്തിൽ തന്നെയാണ്. അവിടെ പ്രായഭേദമൊന്നും നോക്കുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പെൺകുട്ടി 1-2 വയസ്സ് മൂത്തതാകാം. ഇപ്പം അതൊന്നും പ്രശ്നമില്ല, പുതിയ തലമുറയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. ഗുരുദേവൻ വിവാഹത്തിന് ചില പൊരുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 5 പൊരുത്തങ്ങൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ പൊരുത്തങ്ങളൊന്നും ആർക്കും വേണ്ട. ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുദേവൻ പറഞ്ഞ പൊരുത്തങ്ങളൊന്നും ആർക്കും വേണ്ട. വിദ്യ, വയസ്സ്, ഗുരുദേവൻ പറഞ്ഞ പൊരുത്തങ്ങളാണ്. വിത്തം, വിദ്യാവിത്ത, വയസ്സ്, രൂപം, ശീലം. ഗുരു പറഞ്ഞ 5 പൊരുത്തങ്ങൾ ഇതാണ്. വിദ്യാഭ്യാസം കൊണ്ട് തുല്യരാകണമെന്നല്ല പറഞ്ഞത്, പക്ഷെ ചേർച്ചയുള്ളവരാകണം. വിദ്യ. അടുത്തത് വിത്തം. വിത്തം എന്ന് വെച്ചാൽ ധനമാണ്. കാര്യം സ്ത്രീധനം മേടിക്കരുത്, കൊടുക്കരുത്, ചോദിക്കരുത്. അത് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. ദാനവും യൗതകസ്യ പ്രകാമം സാധുഗർഹിതം. ഗുരു വ്യക്തമായിട്ട് സ്ത്രീധനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കേരള സർക്കാർ സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നിട്ട് എത്ര നാളായി? കൂടി വന്നാൽ 10 വർഷം ആയിക്കോളെന്ന് എനിക്ക് തോന്നണത്. കൂടി വന്നാൽ അത് ഈ പീഡനമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നാലും നിയമം ഇപ്പോഴും നിയമപുസ്തകത്തിൽ തന്നെ ഇരിക്കുകയാണ്. സ്ത്രീധനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. പക്ഷേ പേര് പറയാൻ പാടില്ല. അറിയാതെ എങ്ങനെ ആരെങ്കിലും ആ മക്കളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ആണെങ്കിലും ചോദിച്ചു പോകരുത്. എത്ര പാവം, പണ്ടൊക്കെ ചോദിക്കാമായിരുന്നു. അല്ല, എന്ത് കിട്ടും ചോദിച്ചാൽ അപ്പം അകത്തു പോകും. നിയമപരമായിട്ട് അറിഞ്ഞാൽ അകത്തു പോയിരിക്കും, ഒരു സംശയമില്ല. അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്, മേടിക്കുന്നുമുണ്ട്. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രീനാരായണ ധർമ്മത്തിൽ, ഞാനൊരു കൊച്ചുണ്ടാകുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും കല്യാണം കഴിക്കണമല്ലോ, ആ കാര്യമാണ് ഇങ്ങനെ തുടങ്ങിയത്. അവിടെ തൊട്ടാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് സ്ത്രീധനം, ദാനവും യൗതകസ്യ പ്രകാമം സാധുഗർഹിതം. ഇത് സാധുക്കൾ, സത്യസന്ധരായിട്ടുള്ള സജ്ജനങ്ങളെ എതിർത്തിട്ടുള്ള കാര്യമാണ്. ഇത് ഗുരു എന്ന് പറഞ്ഞു 100 വർഷം മുമ്പ് 1924 പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സർക്കാരുകൾ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയിട്ട് എത്ര വർഷമായി? 10-15, എനിക്ക് കൃത്യമായിട്ട് ഓർക്കണില്ല. അത്രയ്ക്കേ ആയിട്ടുള്ളൂ. സ്ത്രീധനത്തിൻ്റെ പേരിൽ ചിലരൊക്കെ ബലി കൊടുക്കപ്പെട്ടപ്പോഴാണ് ഈ നിയമം വന്നത്. ഈ നിയമം വന്നിട്ട് നമ്മൾ കണ്ടു, 1 മാസത്തിന് മുമ്പ് ഒരു ഡോക്ടറെ മറ്റൊരു ഡോക്ടർ, അല്ലേ, നമ്മൾ കണ്ടതാണ്. സ്ത്രീധനത്തിൻ്റെ ആ നിയമത്തിൻ്റെ പ്രസക്തിയാണ് കാണേണ്ടത്. എന്തോ ഷഹാനെന്ന എന്തോ ഒരു പെൺകൊച്ചു, അല്ലേ, അവളും ഡോക്ടറാണ്. ഈ കെട്ടിയവനും അവനും ഡോക്ടറാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ, അതും ഒരു ഡോക്ടർ, കൊല്ലപ്പെട്ടു. എവിടെ ചെന്ന് നിൽക്കുന്ന നിയമത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഗുരു നേരത്തെ പറഞ്ഞു, 100 വർഷം മുമ്പേ വന്നു. ഇതങ്ങ് ആരെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറുണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തിനെക്കുറിച്ച് പാഠ്യപുസ്തകത്തിൽ കരിക്കുലം കമ്മിറ്റി എഴുതിയിട്ടുണ്ട്. ഒരു കവിതയാണ്, റാഗിപ്പറക്കുന്ന ചെമ്പരന്തേ. ഗുരുദേവൻ്റെ ഏതെങ്കിലും കൃതി പഠിപ്പിക്കുന്നുണ്ടോ? അതിനിവിടുത്തെ കരിക്കുലംകാർക്കൊന്നും ഒരു ഇതുമില്ല. അവർക്ക് റാഗിപ്പറക്കുന്ന ചെമ്പഴന്തും അല്ലാത്തൊക്കെയാണ് ഇവിടെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നോട്ടീസിലൊക്കെ പറഞ്ഞ പോലെ ശ്രീനാരായണ ധർമ്മം ഉൾക്കൊള്ളാത്തതിൻ്റെ ദോഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിക്കുകയാണ്, നമ്മുടെ വിഷയം അതാണ്. കല്യാണം കഴിക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് ചേർച്ചയുള്ളവരായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? പിള്ളേർ, പ്രത്യേകിച്ച് പെൺപിള്ളേർ വിദ്യാഭ്യാസം ചെയ്ത് അങ്ങോട്ട് കയറിപ്പോവുകയാണ്. അവർക്കിപ്പോൾ വിവാഹം ഒരു പ്രശ്നമേ അല്ല. അനുഭവം കൊണ്ട് പറയുന്നു, ഞാൻ വെറുതെ പറയണമല്ല, അനുഭവസ്ഥനായതുകൊണ്ട് പറയുന്നു. ഇന്ന് പത്രങ്ങളെടുത്ത് നോക്കുക, മാട്രിമോണിയലെടുത്ത് നോക്കുക, പെൺപിള്ളേരുടെയൊക്കെ വിദ്യാഭ്യാസം കേട്ട് അതിനുപറ്റി ആൺപിള്ളേർ ഇവിടെ ഇന്നില്ല, കേരളത്തിലില്ല. അതാണ് അവസ്ഥ.
ഈ പെൺപിള്ളേർക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉന്നത പദവിയും ഉന്നത ശമ്പളമൊക്കെ ഉള്ള ആ പിള്ളേർക്ക് സാധാരണ ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു ജോലികളുള്ളവനെ കെട്ടാൻ പറ്റുമോ? കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 30, 35, 38 ഒക്കെ വയസ്സിലേക്ക് അങ്ങനെ നീങ്ങി പോവുകയാണ്. വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷെ നമ്മുടെ ജീവിതം കൂടി അതിനകത്തൊന്ന് ആഡ് ചെയ്യുമ്പോഴേ അത് ശരിയാവുകയുള്ളൂ, അത്രേ ശരിയാവുകയുള്ളൂ. ഇന്ന് മിക്കവാറും ഒക്കെ പെൺപിള്ളേരുടെ വെച്ചാൽ 33, 34, 35 തൊട്ടങ്ങാട്ട് കയറി നല്ല ജോലിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, IAS പഠിക്കുന്നുണ്ട്, ഡോക്ടറേറ്റിന് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ വയസ്സ് പോവുകയാണ്, ജീവിതം പാടായിട്ട് പോവുകയാണ്. ഇത് രക്ഷകർത്താക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു രക്ഷകർത്താവാണ് ഞാൻ. അതിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷകർത്താവ് കൂടിയാണ്. എൻ്റെ മകൻ ഒരു പെണ്ണ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പെണ്ണ് കിട്ടണില്ല. ഇത് ഇത്ര തുറന്നു പറയണതിന് എനിക്കൊരു മടിയില്ല കാര്യത്തിൽ. എൻ്റെ മകൻ അവൻ PG കാരനാണ്, റാങ്കോടുകൂടി MTech പാസ്സായവനാണ്. KT യൂണിവേഴ്സിറ്റിയുടെ 3ാം റാങ്കിൽ MTech പാസ്സായവനാണ്. ഇപ്പോഴവന് കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലിയുണ്ട്. വയസ്സ് 32ആയി. തുറന്നു പറഞ്ഞാൽ ഒരു മടിയില്ല. ഞങ്ങൾ 30-ാം വയസ്സ് തൊട്ട് പെണ്ണ് തിരക്കണം. 2 വർഷമായിട്ടും ചങ്കരൻ തെങ്ങ ഒരു പെണ്ണ് കിട്ടാനില്ല. ഏതെങ്കിലും കിട്ടി വന്ന് 1-2 സ്ഥലത്ത് ചെല്ലുമ്പോൾ അച്ഛനും അമ്മക്കൊക്കെ സമ്മതമാണ്. അപ്പോൾ ഈ പെണ്ണ് വന്ന് വെച്ചാൽ അച്ഛൻ്റെ ചെവി പറയും, അതെ എനിക്ക് ഇയാളുമായിട്ടൊന്ന് രഹസ്യമായിട്ട് സംസാരിക്കാനുണ്ട്, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ വന്നേച്ചും പറയും, അല്ല അതെ പെൺമക്കൾ നിങ്ങൾ തമ്മിലൊന്ന് പോയി സംസാരിക്കുക. ശരി പൊയ്ക്കോ. പോയി സംസാരിച്ചുകൊണ്ട് എന്താ സംസാരം? ഇവള് പറയണ്, അതെ എനിക്ക് IAS പോകണം, 4 വർഷം വേണം അതിന്. ഞാൻ IAS ഐ ആം ഡൂയിങ് എന്നാ പറയുക, അല്ലാണ്ട് മലയാളത്തിലൊന്നും അല്ല പറയുന്നത്. ഞാൻ IAS പോയിക്കൊണ്ടിരിക്കുകയാണ്, 4 വർഷം കഴിഞ്ഞിട്ട് താൻ വന്നാൽ മതി, നമുക്ക് അന്ന് ആലോചിക്കാം. അവൾക്ക് 32 വയസ്സായി. എൻ്റെ മകന് 32 വയസ്സായി. അവൾ പറയുകയാണ് ഇനി 4 വർഷം കൂടി കാത്തിരിക്കാൻ. എവിടെ പോയി നിൽക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ 2 വർഷമായിട്ട് ഞാനും എൻ്റെ മകനും പെണ്ണന്വേഷണത്തിൻ്റെ ത്വരയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ട് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. വള്ളം കെട്ടിയിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ മകനൊരു പെണ്ണൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ന്യായമായിട്ട് നോക്കുമ്പോൾ കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല. കാരണം പെണ്ണുങ്ങൾ പിന്നെ പഠിച്ച് ഇങ്ങനെ പോവുകയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ്, ഒരു പ്രായം ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയാണ് പെൺകുട്ടികളുടെ മാർക്കറ്റ് പോകും. രക്ഷകർത്താക്കളൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുക. അവർ പഠിച്ചോട്ടെ, ഉദ്യോഗം മേടിച്ചോട്ടെ, പക്ഷേ ജീവിതത്തിന് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 35കാരത്തിക്ക് കിട്ടുന്നത് 45കാരനായിരിക്കും, അല്ലെങ്കിൽ കൂടി വന്നാൽ 40കാരനായിരിക്കും. അവർക്ക് അവരുടെ ജീവിതം യൗവനം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറയുകയാണ്, വിദ്യാഭ്യാസം കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറയാണ്, MA കാരൻ അല്ലെങ്കിൽ MCOM കാരൻ അല്ലെങ്കിൽ എനിക്ക് ആയിക്കോട്ടെ, ഒരു ചെറുക്കൻ വന്നേച്ചും 10ാം ക്ലാസ്സുകാരി ഒരു പെണ്ണിനെ കെട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമല്ല, നമുക്കറിയാം. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഏതാണ്ട് ചേരാവുന്നവർ തമ്മിലായിരിക്കണം കല്യാണം കഴിക്കേണ്ടത്. വിത്തം, ധനം. അംബാനിയുടെ മകൻ വന്നേച്ചും ഒരു 10 രൂപയ്ക്ക് വരുമാനം ഇല്ലാത്ത ഒരാളിൻ്റെ മകളെ കെട്ടണമെന്ന് വെച്ചാൽ പ്രായോഗികമല്ല. ഗുരു അതുകൊണ്ട് തന്നെ പറഞ്ഞു, വിത്തം, ധനപരമായിട്ട് ചേർച്ചയുള്ളവരായിരിക്കണം. ശ്രീനാരായണ ധർമ്മത്തിലെ ഗുരുദേവൻ പറഞ്ഞ പൊരുത്തങ്ങളാണ് ഞാനീ പറയണത്. വിദ്യാവിത്തം, അത് വയസ്സ് തമ്മിൽ ചേർച്ച ഉണ്ടായിരിക്കണം. അത് ഇത്ര വയസ്സൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. ഒരു സാമാന്യഗതി നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ ഒരു 3-4 വയസ്സിനെങ്കിലും ഇളയതായിരിക്കണം ഈ ആഞ്ചെറുക്കനേക്കാളും പെണ്ണിൻ്റെ പ്രായം എന്ന് എൻ്റെ ഒരു ധാരണ ഞാൻ പറയുകയാണ്. അങ്ങനെ നിയമമായിട്ട് ഗുരു എഴുതിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ട്രെൻഡ് എന്താണെന്നറിയാമോ? അതാണ് ഒരു വല്ലാത്ത ട്രെൻഡുകാരത്താണ് ഇപ്പോഴത്തെ പെൺപിള്ളേർ. അവളെക്കാളും 2 വയസ്സിന് ഇളയതായിരിക്കണം ചെറുക്കൻ. ന്യൂ ട്രെൻഡാണ്, ഇതാരും അറിഞ്ഞിട്ടില്ല. 2 വയസ്സിന് ഇളയതായിരിക്കണം. ട്രെൻഡ് കാലം മറിഞ്ഞു. 2 വയസ്സിന് 28കാരിയാണെങ്കിൽ 26കാരനെ മതി അവൾക്ക്. അതിനപ്പുറത്തേക്ക് അവിടെ തുല്യ പ്രായം പോലും അവൾക്ക് വേണ്ട. പക്ഷെ ഗുരുദേവൻ പറഞ്ഞത് പ്രായത്തിന് സമാനത ഉണ്ടായിരിക്കണം. വിദ്യ, വിത്ത, വയസ്സ്, രൂപം, സൗന്ദര്യം. ആ സൗന്ദര്യം ചെറുക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കെട്ടാം. സൗന്ദര്യം ഇല്ലാത്തതെന്ന് കരുതുന്ന പെണ്ണിനെ, സൗന്ദര്യം ഉള്ളവനെന്ന് കരുതുന്ന പെണ്ണിനെ കെട്ടിയേൽപ്പിക്കരുത്. അത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടട്ടെ. ചിലപ്പോൾ ശരീരത്തിന് ഒരാൾ കൊടുക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആന്തരിക സൗന്ദര്യമായിരിക്കും. ചിലർ ബാഹ്യ സൗന്ദര്യത്തിന് മുൻകൂട്ട്, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ.
അത് അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് അവർക്കിഷ്ടമുള്ള ആ സൗന്ദര്യം നമുക്ക് തോന്നുക ഒരു ചെറുക്കനും പെണ്ണ് എന്തൊരു വിരൂപികളാണ്, ഇവന് ഈ ചെറുക്കന് വേറെ പെണ്ണ് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഈ പെണ്ണിന് വേറെ ചെറുക്കനൊക്കെ നമ്മൾ പറയും. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. നമ്മളെന്തിനാ അതിനകത്ത് കൈകടത്തുന്നത്? അത് അവരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞില്ല, ഗുരുകുലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വധുവും വരനുമാണെങ്കിൽ സ്വഭാവം ശുദ്ധിയുള്ളതായിരിക്കും. ഇതാണ് ഗുരു പറഞ്ഞ പ്രധാനപ്പെട്ട 5 പൊരുത്തങ്ങൾ. ഇന്ന് നമ്മൾ എത്ര പൊരുത്തങ്ങളുടെ പുറകെ പോകുന്നത്? എത്ര പൊരുത്തങ്ങൾ? നമ്മുടെ ജാതകപ്രകാരം നോക്കിയാൽ 10 പൊരുത്തങ്ങളാണ്. 10 പൊരുത്തങ്ങളെ ജാതകം നോക്കിയോ, ഗണപ്പൊരുത്തം, പിന്നെ ദീർഘപ്പൊരുത്തം, പിന്നെ എന്തൊക്കെ 10 പൊരുത്തങ്ങളാണ്. ഈ 10 പൊരുത്തങ്ങളിൽ 5 പൊരുത്തമാണെങ്കിൽ മധ്യമം, 4.5 ആയിപ്പോയി അധമം. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, ആലോചന നോക്കണ്ട. 6-6നൊക്കെ അപ്പുറത്ത് പോയി ഉത്തമ പൊരുത്തം. ആ ഉത്തമ പൊരുത്തത്തിൽ തന്നെ ഗണപ്പൊരുത്തം ഇല്ലെങ്കിൽ തീർന്ന്. 7 പൊരുത്തങ്ങൾ ശരിയായി വന്ന്, അല്ലെങ്കിൽ 8 പൊരുത്തങ്ങൾ ശരിയായി വന്ന് അതിനകത്ത് 4 പൊരുത്തം ഇല്ലെങ്കിൽ തീർന്ന്. പോട്ടെ, പൊരുത്തങ്ങളെല്ലാം ശരിയായി. പൊരുത്തങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ അതേ വേറെ പൊരുത്തം, സന്ധിപ്പൊരുത്തം. അങ്ങനെയൊക്കെ ചില പൊരുത്തങ്ങളുണ്ട്. എല്ലാ പൊരുത്തവും ശരിയായി, ഗുരുദേവൻ പറഞ്ഞ ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശരിയായി കഴിയുമ്പോൾ സന്ധിപ്പൊരുത്തം. അതോടുകൂടി പോയി, ആലോചന പോയി. നമ്മുടെ നാട്ടിൽ ഞാൻ കേരളത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇതിന് പുറത്തൊന്നും അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ 30 വയസ്സും 35 കഴിഞ്ഞും 38 വരെ ആയിട്ട് കല്യാണം കഴിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ആൺപിള്ളേരുമുണ്ട്, പെൺപിള്ളേരുമുണ്ട്. എത്ര എണ്ണമാണെന്ന് നിങ്ങൾ പല ഭാഗത്ത് പോകുന്നതുകൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വിഷമം, ആത്മഗതം, അവരുടെ വിഷമം അവർ സ്വയം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കാര്യം? എന്താണ്? ഈ വില്ലനാണ് എല്ലാം ഒത്തുവന്ന്. ചില സിനിമയിൽ അങ്ങനെയാണ്, നായകനും നായികയൊക്കെ പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഠാരിയും പിടിച്ചിട്ട് വില്ലൻ ഇൻ്റർവെൽ സമയത്താണ് അവൻ ഇറങ്ങി വന്ന് പിന്നെ നായകൻ അവനായിട്ട് മാറുകയാണ്. എല്ലാവരെയും അവൻ ശരിയാക്കുകയാണ്. അതുപോലെ എല്ലാ പൊരുത്തങ്ങളും ഒത്ത്, എല്ലാ കാര്യങ്ങളും ഒത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ജാതകപ്പൊരുത്തം, ദീർഘപ്പൊരുത്തം അല്ലെങ്കിൽ മറ്റേ പൊരുത്തം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതോടുകൂടി തീർന്ന്, ആലോചന തീർന്ന്. അതിൻ്റെ ഏറ്റവും വലിയൊരു രസമുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. അച്ഛനും അമ്മയും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണ്. പണ്ടേ അച്ഛനും അമ്മയും ഒരു ജാതകവും നോക്കിയില്ല, ഒളിച്ചോടിപ്പോയി. പാതിരാത്രിക്ക് രണ്ടും കൂടി ഒളിച്ചോടിപ്പോയി എവിടെയോ പോയി കല്യാണം കഴിച്ച് വീട്ടുകാരൊക്കെ 2 പേരും പുറത്താക്കി. 2 പേരുമൊക്കെ അധ്വാനിച്ച് സുഖമായിട്ട് ജീവിച്ച് നല്ല നിലയിലൊക്കെ ആയി. മകളുണ്ടായി വന്നപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മിതം മാറി. പൊരുത്തമില്ലാതെ എൻ്റെ മകളെ കെട്ടിക്കുകയില്ല. ഇത് പറയുന്നത് ആരാണ്? ഒളിച്ചോടിപ്പോയ അച്ഛനും അമ്മയാണ്. ഇത് പലയിടത്തും നടക്കുന്ന കാര്യമാണ്. അച്ഛനും അമ്മയും ഒരു ജാതകവും ഒരു ഇതും നോക്കാതെ ഒളിച്ചോടിപ്പോയി. നാട്ടുകാർ വരെ പേടിച്ചു. എങ്ങനെയോ പോയൊക്കെ താമസിച്ച അവസാനം നന്നായി, നല്ല സുന്ദരിയായ മകളുണ്ടായി. അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അവൾക്ക് ജോലിയുണ്ട്, എല്ലാ അർത്ഥത്തിലും നല്ലൊരു പെൺകുട്ടിയാണ്. പക്ഷെ വന്നപ്പോഴാണ് ഈ ജാതകം എന്ന് പറയുന്ന വില്ലൻ. പെണ്ണിനെ കെട്ടിക്കണില്ല. എന്താ കാര്യം? അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല, ജാതകം വേണം. അച്ഛനും അമ്മ ആരാണ്? ഒളിച്ചോടിപ്പോയവരാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ തൃശ്ശൂർ പോയി ഇങ്ങനെ പ്രസംഗിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നേരെ മുമ്പിൽ നിന്നുണ്ട് ഒരു പെൺകുട്ടി കരയാണ്. നല്ല സുന്ദരി പെണ്ണ്, നല്ല പെണ്ണ്. അതിൻ്റെ ഒരു സംഘടനയുടെ എന്തോ വനിതാ ഭാരവാഹിയാണ്. ഈ പെണ്ണ് അറിയാതെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. അന്നേരം ഞാൻ മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ സെക്രട്ടറി ഇതൊക്കെ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറ് പറഞ്ഞത് അവൾക്ക് ഹിറ്റായി, അവൾക്ക് കൊണ്ടു. ഞാൻ അവളെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. വയസ്സ് 33 കഴിഞ്ഞു, നല്ല ജോലി, ഉന്നത വിദ്യാഭ്യാസം, നല്ല സൗന്ദര്യം. പക്ഷേ ഈ ജാതകം കെട്ടിക്കണില്ല. ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് അച്ഛനും അമ്മയും കെട്ടിക്കണില്ല. ഇനി കെട്ടാൻ വന്ന ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അത് തന്നെയാണ്. അവനെ കൊണ്ട് അവർ കെട്ടിക്കില്ല. അവസാനം സ്വയം ശപിക്കുകയാണ്. സ്വയം ശപിക്കുകയാണ്. ഞങ്ങൾ ഈ ഭൂമിക്ക് ഭാരമായി പോയല്ലോ ഭഗവാനെ. അവർ സ്വയം ശപിക്കാൻ ആരോടും പറയുന്നില്ല. അവരുടെ വേദന ആരറിയാനാണ്? നല്ല പെങ്കൊച്ചായിപ്പോയി. മോശക്കാരിയാണെങ്കിൽ ആരുടെങ്കിലും കരുത്തേക്ക് കയറി പോകാൻ മാറി. ഇത് അങ്ങനെ പോണ കൊച്ചല്ല, ഇത് നല്ല പെങ്കൊച്ചായിപ്പോയി. അവിടെ വേദന ആരറിയാനാണ്? എനിക്ക് കല്യാണം കഴിക്കാഞ്ഞിട്ടാണ് ഈ വിഷമമെന്ന് പറഞ്ഞു നടക്കാൻ അന്തസ്സുള്ള പെൺപിള്ളേർക്ക് പറ്റുമോ? പറ്റില്ല. ഇതെന്നും മാറും. നമ്മളൊക്കെ ഗുരുധർമ്മം പഠിക്കുന്നവരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ നമ്മളൊക്കെ പഠിക്കും, ഞങ്ങൾ മനസ്സിലാക്കും. ശപഥം ചെയ്ത് ഇംഗലാവ് വിളിച്ച് അടക്കുകയാണ്. ഇത് ഗുരുവല്ല എഴുതി വെച്ചത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമുദായം, ഞാൻ സമുദായം പറയല്ല, ഞാൻ ഈഴവ സമുദായത്തിൽ ജനിച്ചവനാണ്.
ഞാൻ എൻ്റെ സമുദായത്തെത്തോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈഴവ സമുദായം ശ്രീനാരായണ ധർമ്മത്തിന് കാൽക്കാശിൻ്റെ വില കൽപ്പിക്കാത്തൊരു സമുദായം ഈഴവ സമുദായമാണ്. നമ്മൾ ഗുരുവിൻ്റെ പേര് ഇൻകിലാവ് വിളിക്കും, ചതയം വരും, മഹാസമാധി വരുമ്പോൾ കണ്ണീരൊഴുക്കും. ശ്രീനാരായണ ധർമ്മം പുലരട്ടെ എന്ന് പറയും. പുലർത്താൻ മാത്രം നമുക്ക് പറ്റില്ല. ഏറ്റവും പ്രധാനമായിട്ട് പുലർത്തേണ്ട ഒരു ധർമ്മം എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്. ഏത്? ഇതൊക്കെ എടുത്ത് കളയണം. മുസ്ലിം സമുദായത്തിൽ ഇതുണ്ടോ? ചിലരൊക്കെ നടത്തുന്നുണ്ട്, എനിക്ക് രഹസ്യമായിട്ടറിയാം. ക്രിസ്ത്യൻ സമുദായത്തിൽ ഇതുണ്ടോ? ഔദ്യോഗികമായിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, അവർക്ക് ധനപരമായിട്ട് ചേർച്ച വന്നാൽ, വിദ്യാഭ്യാസം, സൗന്ദര്യം ചേർച്ച വന്നാൽ അവർ കല്യാണം കഴിച്ചു കൊടുക്കും. നമ്മുടെ ഇവിടെ പറ്റില്ല. നമ്മളൊക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കാണാത്ത ഒരു ജ്യോത്സ്യൻ അവൻ അവതരിക്കുകയാണ്. അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പള്ളിക്കൂടത്തിൽ പോകാത്തവനാണവൻ. ആ പള്ളിക്കൂടത്തിൽ പോകാത്ത അവൻ 10 പൊരുത്തവും കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കല്യാണം മുടക്കാനായിട്ട്. ഇതിനൊരു തടയിടേണ്ട കാലം. ശ്രീനാരായണ ഭക്തന്മാർ, എനിക്ക് ശ്രീനാരായണ ഭക്തന്മാരെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് നടക്കില്ല. നമ്മളെയൊക്കെ നയിക്കുന്ന സംഘടനകളുണ്ട്. ശ്രീനാരായണ ധർമ്മം പരിപാലിക്കാൻ ബാധ്യസ്ഥരായ സംഘടനകളുണ്ട്. അവരൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ഈ കാലപ്പഴക്കം ചെന്ന ഈ തത്വത്തെ എന്നു മാറ്റും. കുമാരനാശാൻ എഴുതി, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകളിത് നിങ്ങളെത്താൽ. ഈ ചട്ടത്തെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഇല്ലെങ്കിൽ ചട്ടം എല്ലാവരും എടുത്ത് പുറത്തെറിയും. ഞാൻ ശ്രീനാരായണ ധർമ്മത്തിലെ മറ്റാരും ഒരുപാട് പ്രസക്തി കൊടുത്ത് പറയാത്തൊരു വിഷയം മാത്രമാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. ഇതാരും പറയാറില്ല, ഈ കാര്യം പറയാറില്ല. കാരണം എന്താ? പ്രസംഗിച്ച ഒരു കുഴപ്പമുണ്ട്, അവൻ്റെ മകളെ ജാതകം നോക്കാതെ കെട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രഭാഷകനും ഈ കാര്യം പറയില്ല. എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. എൻ്റെ മകനൊരു ജാതകവും വേണ്ട, നല്ല പെണ്ണിനെ കെട്ടിയ അവനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ തല്ല. ഈ ഗുരു പറഞ്ഞ പൊരുത്തം ഉണ്ടാകണം. അല്ല, പള്ളിക്കുട്ടി പോകാത്ത പെണ്ണിനെ എൻ്റെ മകൻ കെട്ടണമെന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അതേപോലുള്ള കാര്യം ഞാൻ തുറന്ന് പറയുകയാണ്. ആ വിദ്യ, വിത്തം, വയസ്സ്, പ്രായം കൊണ്ടുമൊക്കെ അവന് അതുപോലെ സൗന്ദര്യ കാര്യത്തിൽ എൻ്റെ മകന് ഇഷ്ടപ്പെട്ട പെണ്ണായിരിക്കണം. അത് ഞാൻ തുറന്ന്, എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ തയ്യാറാണ്. പക്ഷേ ഇതാരാണ് ഈ സമൂഹത്തിൽ ഇത് കൊണ്ടുവരാനിരിക്കുന്നത്, മാറ്റാനിരിക്കുന്നത്? ഇല്ല. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരയതി ഇതി ധർമ്മം, എല്ലാത്തിനെയും ധരിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ശിഷ്യന്മാർ ചോദിക്കുന്നു, മഹാഗുരു, ഈ ധർമ്മം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അവിടുന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഗുരു അതിനകത്ത് ഉത്തരം കൊടുക്കുകയാണ്. അത് കവിതാരൂപത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഗുരു കവിതാരൂപത്തിലല്ല പറഞ്ഞത്, എഴുതിയ ആത്മാനന്ദ സ്വാമി അടക്കമുള്ളവരാണത് കവിതാരൂപത്തിൽ. ധർമ്മയേവ ഹി ബോദ്ധവ്യോ മന്തവ്യ കർമ്മ കോടിഷു അനുഷ്ഠേയോ ഉപദേഷ്ടവ്യോ ധർമ്മോ ലോകപ്രവർത്തക. ഇത് ഗുരു പറയാണ്, ധർമ്മം ലോകപ്രവർത്തകമാണ്. ഈ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന ചാലക ശക്തി ധർമ്മമാണ്. നമുക്കറിയാം, നിലവിളക്ക് ഒഴിച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തുന്നത്. എണ്ണ വറ്റിപ്പോയി കഴിഞ്ഞാൽ തിരി കെട്ടുപോകും. അപ്പോൾ ആ വിളക്കിനെ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ധനമാണ്, എണ്ണയാണ്, അഥവാ നെയ്യാണ്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ മൈക്ക് ഓഫായി പോവും. എന്താണ്? ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, ഊർജം, ഇന്ധനം എന്ന് പറയുന്നത് കറണ്ടാണ്, ഇലക്ട്രിസിറ്റിയാണ്. അതുപോലെ ലോകമാകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നത്, ലോകം ഒരു മെഷീനാണെങ്കിൽ ആ ലോകമാകുന്ന യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്ന ചാലക ശക്തി എന്ന് പറയുന്നത് ധർമ്മമാണ്. അതാണ് ഗുരു പറഞ്ഞത്, ധർമ്മോ ലോകപ്രവർത്തക. ധർമ്മം ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ധർമ്മയേവ ഹി ബോദ്ധവ്യോ, നിങ്ങൾക്കുത്തമമായ ബോധ്യമുണ്ടാകണം. നിങ്ങളെന്ന് പറയുന്നത് നമ്മൾ, ഗുരുവിൻ്റെ ധർമ്മത്തെ പഠിക്കുന്നവർ, ഗുരുവിനെ അനുചരിക്കുന്നവർ, ഗുരുവിൻ്റെ ഭക്തന്മാരെന്ന് അഭിമാനിച്ച് നടക്കുന്നവരോടാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കുത്തമമായ ബോധ്യമുണ്ടാകണം. എന്താണ്? ധർമ്മയേവ ഹി, ധർമ്മം തന്നെയാണ്, ധർമ്മത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. ധർമ്മയേവ ഹി ബോദ്ധവ്യോ, ധർമ്മം മാത്രമാണുള്ളതെന്ന് നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകണം. എന്ത്? മന്തവ്യ കർമ്മ കോടിഷു, കോടാനുകോടി കർമ്മങ്ങൾക്ക് ബദ്ധരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 1ഉം 2ഉം കർമ്മങ്ങളല്ല, കോടാനുകോടി കർമ്മങ്ങൾക്ക് ബദ്ധരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കോടാനുകോടി കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മന്തവ്യമായിട്ടുള്ളത്, ചിന്തനീയമായിട്ടുള്ളത്, എല്ലാം ചിന്തിക്കേണ്ടത് തന്നെയാണ്, പക്ഷെ അതിൽ ഏറ്റവും മഹത്തായി ചിന്തിക്കാനുള്ളത് ധർമ്മമാണ് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ശ്രീനാരായണ ധർമ്മത്തിൽ ആദ്യത്തെ വരിയിൽ തന്നെ ഗുരു പറയുന്നത് അതാണ്. ധർമ്മയേവ ഹി ബോദ്ധവ്യോ മന്തവ്യ കർമ്മ കോടിഷു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഷ്ഠേയോ,
ധർമ്മയേവ ഹി ബോദ്ധവ്യോ മന്ദവ്യ കർമ്മകോടിഷു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനുഷ്ഠേയോ, നിങ്ങൾ അനുഷ്ഠിക്കണം. ഗുരു നമ്മളോട് പറയാണ് ധർമ്മത്തെ അനുഷ്ഠിക്കണം. ധർമ്മം വെറുതെ ഇങ്ങനെ പറയാനും കേൾക്കാനും ഉള്ള മാത്രമല്ല, ധർമ്മത്തെ അനുഷ്ഠിക്കാനുള്ളതാണ്. ഉപദേഷ്ടവ്യോ, അനുഷ്ഠിക്കുക മാത്രമല്ല, അനുഷ്ഠിച്ചതിനെ മറ്റുള്ളവർക്കായിട്ട് ഉപദേശിച്ചും കൊടുക്കണം. കാരണം ധർമ്മോ ലോകപ്രവർത്തക, ഈ ധർമ്മം എന്ന് പറയുന്നത് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന ചാലക ശക്തി ആയതുകൊണ്ട് എല്ലാവരും ധർമ്മത്തെ പഠിക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യം അതാണ്. നമ്മൾ ചെയ്യാത്ത കാര്യമാണ് ധർമ്മം പഠിക്കാൻ താല്പര്യമില്ല. അനുഷ്ഠേയോ, അനുഷ്ഠിക്കാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല. വേണമെങ്കിൽ കാണാതെയൊക്കെ പഠിക്കാൻ തയ്യാറാണ്, പക്ഷേ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമല്ല, നമുക്ക് പറ്റില്ല. ഉപദേഷ്ടവ്യോ, ഉപദേശിച്ചും കൊടുക്കണം. അപ്പോൾ ധർമ്മം പഠിക്കുകയും വേണം, അനുഷ്ഠിക്കുകയും വേണം, ഉപദേശിക്കുകയും വേണം. ഇത് മൂന്നും പ്രാവർത്തികമാകാത്ത കാര്യമാണ്. ധർമ്മത്തെ ആർക്കും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗുരുദേവൻ പറഞ്ഞു ധർമ്മത്തിനനുസരിച്ചൊക്കെ ജീവിക്കുക എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കണ കാര്യമല്ല. ഉപദേഷ്ടവ്യോ, ഉപദേശിക്കുക വെച്ചാൽ അതിനേക്കാളും വലിയ കാര്യമാണ്. എല്ലാവർക്കൊക്കെ ധർമ്മം ഉള്ളിലുണ്ട്, പഠിച്ചിട്ടുണ്ട്, അനുഷ്ഠിക്കുന്നുമുണ്ട്. പണ്ടൊരു വീട്ടിലെ ഇങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണം നടക്കുകയാണ്. ഒന്നിച്ചിരുന്നേ അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നേ കഴിക്കുകയുള്ളൂ. ആ വീടിൻ്റെ ശീലം അതാണ് നല്ല ശീലവും. അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് കഴിക്കുക. എല്ലാവർക്കും അത്രയും ഭാഗ്യമൊന്നും കിട്ടില്ല. അടുത്ത കാലം വരെയൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ആ ഭാഗ്യമല്ല. ഇപ്പോൾ ഞാനും കെട്ടിയാളും മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ടെണ്ണം രണ്ട് സ്ഥലത്താണ്. അച്ഛനും അമ്മയും മക്കളും കൂടി ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പെറുക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വലിയ ഒരു മഹത്തായ അനുഭവമാണത്. അങ്ങനെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനോ അമ്മൂമ്മ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മേശക്ക് ചുറ്റുമിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയി. രാത്രിയാണ്, കർത്തവാവുള്ള ദിവസമാണെന്ന് വിചാരിച്ചു. കറണ്ടില്ല. വീട്ടിലാണെങ്കിൽ മറ്റേ ഈ സാധനവും ഇല്ല, ഇൻവെർട്ടറും ഇല്ല. അപ്പോൾ പിന്നെ വെട്ടം കിട്ടാൻ ഒരു വഴിയില്ല. മുമ്പിൽ വെച്ച് കഴിക്കുന്നതാണെങ്കിൽ കരിമീനാണ്. കരിമീൻ്റെ പുറകെ കാലനുണ്ടെന്നാണ് പറയുക. അങ്ങനെ ഒരു പ്രമാണമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. കരിമീൻ്റെ കൂടെ കാലനുണ്ട്. എപ്പോഴാണ് അവൻ്റെ മുള്ളു തുളച്ച് കയറണമെന്ന് അറിയാൻ പറ്റില്ല, കാലം കൊണ്ടുപോകും. അപ്പോൾ കരിമീൻ തിന്നണവർ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ ഒരു വാക്ക് നാട്ടുംപുറത്തുണ്ട്, കരിമീൻ്റെ കൂടെ കാലനുണ്ട്. എന്താ വെച്ചാൽ മുള്ള് പിള്ളേർക്കൊക്കെ വെറുതെ കരിമീൻ വറുത്ത് വെച്ച് കൊടുക്കരുത്. പറ്റുമെങ്കിൽ മുള്ളൊക്കെ മാറ്റി അതിൻ്റെ ദശയൊക്കെ എടുത്തേ കൊടുക്കാവുള്ളൂ. അച്ഛനും അമ്മയാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാലം പിടിക്കും. അപ്പോൾ കരിമീൻ കറി വേറെ ചില മുള്ളുള്ള കറികളൊക്കെ വെച്ച് കഴിക്കാൻ കാരണം, എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ മെഴുകുതിരി കത്തി വെക്കാം, അതിനല്ലേ ഇവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കറണ്ട് പോകുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരി വെച്ചിട്ടുണ്ട്. അതിന് മകൻ പറഞ്ഞ, അച്ഛൻ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച്, അച്ഛൻ്റെ കണ്ണിന് എന്താ കാഴ്ചയില്ലേ, എന്ത് പറ്റി അച്ഛൻ്റെ കണ്ണിന്? നീ മെഴുകുതിരി കത്തിച്ച് വെച്ചാ? ഞാൻ എവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ച്? നീ അച്ഛൻ്റെ മുമ്പിരിക്കുന്ന കുടത്തിനകത്ത് നോക്കിയാൽ ഞാൻ ആ കുടത്തിനകത്താണ് മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം ഒരു കുടം വെച്ചിട്ടുണ്ട്. ഈ കുടത്തിനകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. വലിയ പ്രയോജനമുണ്ടോ? മെഴുകുതിരി കത്തിച്ചെന്ന് അവൻ പറഞ്ഞത് ശരിയല്ലേ? മെഴുകുതിരിക്കകത്തിരിക്കുന്ന വെളിച്ചം കൊണ്ട് പുറത്ത് കരിമീൻ തിന്നുന്ന അച്ഛനും അമ്മക്കും വലിയ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ശ്രീനാരായണ ധർമ്മം പഠിച്ചു, കുറേയൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ കുടത്തിനകത്ത് കത്തിച്ച മെഴുകുതിരി പോലെ ഇരിക്കും ആ അറിവ്. അതിനെയാണ് ഘടദീപം എന്ന് പറയും ശാസ്ത്രത്തിൽ. ഘടദീപം, ഘടമെന്ന് വെച്ചാൽ കുടം, കുടത്തിനകത്ത് കത്തിച്ച വിളക്ക്, ഇതിലുണ്ട്. അതാണ് ഘടദീപം എന്ന് പറയുന്നത്. അപ്പോൾ ഘടദീപമാകരുത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, അനുഷ്ഠിക്കുക, പക്ഷെ ഘടദീപമാകരുത്. നിങ്ങളുടെ ആ കത്തിച്ച് വെച്ച വെളിച്ചം ഈ സമൂഹത്തിന് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ അത് പ്രയോഗിക്കണം. ഞാനൊരു കൃതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പലരും പറയും ഞങ്ങൾക്ക് വിഷയമില്ല. ഒരു കുടുംബ യൂണിറ്റുകാർ വിളിക്കുകയാണ്, ഒരു പ്രഭാഷണം 1/2 മണിക്കൂർ മതി, പോകാൻ പലർക്കും മടി. എന്താ? വിഷയമില്ല, വിഷയദാരിദ്ര്യം. ഞാൻ പഠിപ്പിക്കുന്ന ഒരു പദ്യം പഠിച്ചാൽ മതി 1.5 മണിക്കൂർ പ്രസംഗിക്കാം. ദൈവദശകത്തിലെ ഒരു പദ്യം പഠിച്ചാൽ മതി 1.5 മണിക്കൂർ പ്രസംഗിക്കാം. ദീപാർപ്പണം എന്ന് പറയുന്നൊരു പദ്യം പഠിച്ചാൽ മതി 2 മണിക്കൂർ പ്രസംഗിക്കാം, സാമാന്യമായിട്ട് പ്രസംഗിക്കാം. പിന്നെ എവിടെയാണ് വിഷയദാരിദ്ര്യം? പക്ഷേ വിളക്കെല്ലാവരും കത്തിച്ചു വെക്കുന്നുണ്ട്, കുടത്തിനകത്താണ്. ഈ കുടത്തിനകത്ത് വെച്ചിരിക്കുന്ന ആ ഘടദീപം എന്ന കാര്യം മാറ്റണം.
ശ്രീനാരായണ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഗുരുവിൻ്റെ നിർദ്ദേശമാണ് പ്രഭാഷണം നടത്തണം, പുറത്തുപോയി ഉപദേശിക്കണമെന്നുള്ളത് ഗുരുവിൻ്റെ നിർദ്ദേശമാണ്. പക്ഷെ പറയേണ്ടതേ പറയാവുള്ളൂ. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കാര്യവും പ്രഭാഷണത്തിൽ പറയരുത്. മതസ്പർദ്ധ, മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യം, കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യം. ചില പ്രഭാഷകന്മാരുണ്ട്, പ്രസംഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ വീട്ടിൽ വഴക്കായിരിക്കും. ആ പ്രഭാഷകൻ്റെ പ്രഭാഷണം കേട്ട് വീട്ടിൽ ചെന്നാൽ അന്ന് ഭാര്യയും ഭർത്താവും ഇടിയായിരിക്കും. പ്രഭാഷണത്തിൻ്റെ ഗുണമാണ്. ഇടിച്ച് പിരിഞ്ഞു നിൽക്കുന്നവരെ ചേർപ്പിക്കുന്നതായിരിക്കണം പ്രഭാഷണം. അതാണ് പ്രഭാഷണം. നല്ല സംസാരം എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പം ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്, അനുഷ്ഠിക്കാനുള്ളതാണ്, ഉപദേശിക്കാനുള്ളതാണ്. കാരണം ധർമ്മോ ലോകപ്രവർത്തക, ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നതാണ് ധർമ്മമെന്ന് പറയുന്നത്. ഈ ധർമ്മത്തെ തന്നെയാണ് ഗുരു ശ്രീനാരായണ ഗുരുദേവ കൃതികളിൽ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഒരു ചതുഷ്പതി 4 വരിയുള്ളൊരു കവിതയായിട്ട് എഴുതിയിട്ടുണ്ട്. ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ധർമ്മയേവ പരം ദൈവം, ധർമ്മം തന്നെയാണ് പരമമായ ദൈവമെന്ന് പറയുന്നത്. അതിനപ്പുറത്തൊരു ദൈവമില്ല, ഒരു ദൈവസങ്കല്പമില്ല. ഏറ്റവും വലിയ ദൈവാരാധന എന്ന് പറയുന്നത് ധർമാനുഷ്ഠാനം തന്നെയാണ്. അവനവൻ്റെ സ്വധർമ്മം ചെയ്യാതെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് എന്താ പ്രയോജനം? എൻ്റെ അച്ഛനും അമ്മയും സുഖമില്ലാതെ കിടക്കുകയാണ്, എനിക്ക് അവരെ നോക്കാൻ നേരെയില്ല. 4 നേരം അമ്പലത്തിൽ പോയി 40 അമ്പലങ്ങളിൽ പോയി തൊഴുതു വരാൻ എനിക്ക് നേരം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. അവനവൻ്റെ കർത്തവ്യമാണ് ഈശ്വരാരാധന എന്ന് പറയുന്നത്. അതാണ് ധർമ്മമെന്ന് പറയുന്നത്. ഭഗവത്ഗീതയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ധർമ്മത്തിൻ്റെ ആ ഉദാത്തമായ ഭാവത്തെയാണ് കാണിച്ചു തരുന്നത്. സ്വധർമ്മമപിച്ചാവേക്ഷ്യ, അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, അർജുന സ്വധർമ്മമപിച്ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാത് യുദ്ധാത് ശ്രേയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. അവനവൻ്റെ കർമ്മം അതാണ് സ്വധർമ്മം. ഈ സ്വധർമ്മം ചെയ്യുന്നതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. സ്വധർമ്മമാണെങ്കിൽ അത് ചെയ്യുന്നതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഗുരുദേവൻ തന്നെ പഞ്ചധർമ്മത്തിൽ പറയുന്നുണ്ട്, അഹിംസ പരമോ ധർമ്മ. അഹിംസയാണ് പരമമായ ധർമ്മം. അതിനേക്കാൾ അപ്പുറത്തൊരു ധർമ്മമില്ല. ആ ധർമ്മത്തെ സാധൂകരിക്കുന്നതാണ് ഗുരുദേവൻ്റെ വരികളൊക്കെ. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട കലാതെ ചിന്തയും. ഇന്നലെ മുരളീധരൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞതാണ് ആ വിഷയത്തെക്കുറിച്ച്. അപ്പം അതിനപ്പുറത്തേക്ക് കടന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു അദ്ദേഹം പറഞ്ഞൊരു മഹാത്മാവ് പറഞ്ഞ വിഷയത്തെ പിന്നെ നമ്മളതിനെ രണ്ടാമത് പറയുന്നത് ശരിയല്ല. ഇതും ഈ അഹിംസ പരമോ ധർമ്മ, ഒരു പീഡ ഒരു എറുമ്പിനു പോലും വരുത്തരുതെന്ന് പറഞ്ഞ ഗുരുവാണ്. അപ്പം അഹിംസ പരമോ ധർമ്മ. ശ്രീനാരായണ ധർമ്മത്തിലും അത് തന്നെ പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇത് പഠിച്ച ഒരുത്തിന് പട്ടാളത്തിലേക്ക് ജോലി കിട്ടുക, റിക്രൂട്ട്മെൻറ്റ് പോയി പട്ടാളത്തിലേക്ക് ജോലി കിട്ടിയപ്പോഴാണ് അവൻ്റെ കമാൻഡർ ആരാണ്, ഉത്തരവിടിയാണ്, അതിർത്തിയിൽ പോയി ഭീകരന്മാരെ നേരിടണം. അവന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം അവൻ്റെ സ്വധർമ്മം എന്താണ്? ആ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക. അതിന് വേണ്ടി വന്നാൽ ചിലപ്പോൾ പലരെയും നേരിട്ട് വെടിവെച്ച് കൊല്ലേണ്ടി വരും. ഒരു പട്ടാളക്കാരൻ ഒരുപാട് പേരെ കൊല്ലേണ്ടി വരും. അയ്യോ, അവിടെ ഞാൻ അഹിംസ പരമോധർമ്മ എന്ന് പഠിച്ചിട്ടുണ്ട്, ഞാൻ തോക്ക് താഴെ വെക്കുകയാണ്, പട്ടാളക്കാരനെ വെടിവെക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. അവൻ്റെ സ്വധർമ്മം, പട്ടാളക്കാരൻ്റെ സ്വധർമ്മം എന്താണ്? രാജ്യത്തെ രക്ഷിക്കുക. ഈ രാജ്യത്തെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട്, രാജ്യത്തെ അരക്ഷിതമാക്കാൻ കച്ചകെട്ടി വരുന്ന ചിലരൊക്കെ ഉണ്ട്, ഭീകരന്മാരൊക്കെ ഉണ്ട്, നമുക്ക് ശത്രു രാജ്യമായിട്ടുള്ളവരുണ്ട്, നേരിട്ട് വെക്കേണ്ടി വരും. അതിൽ എത്ര പേരെ കൂടുതൽ കൊല്ലുന്നോ അത്രയും അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ബഹുമതി. കൂടുതൽ പട്ടാളക്കാരെ കൊല്ലുന്ന പട്ടാളക്കാരനാണ് കൂടുതൽ ബഹുമതിയും അവാർഡും ഒക്കെ കിട്ടുന്നത്. അവിടെ കാരണം അവിടെ അവൻ്റെ സ്വധർമ്മം അതാണ്. പട്ടാളക്കാരൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് അതാണ്. അപ്പം കൃഷ്ണൻ പറയുകയാണ്, സ്വധർമ്മം അപിച്ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. അവനവൻ്റെ സ്വധർമ്മം ചെയ്യുന്നതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിന് കൃഷ്ണൻ പറയുന്ന ഉദാഹരണമാണ് ധർമാത് യുദ്ധാത് ശ്രേയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ യുദ്ധം ചെയ്യുന്നവനാണ്, രാജ്യരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. അവൻ്റെ ക്ഷത്രിയൻ്റെ ജോലി ധർമ്മയുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മയുദ്ധം, ധർമാത് യുദ്ധാത് ശ്രേയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. അപ്പം അവനവൻ്റെ സ്വധർമ്മം ചെയ്യുക.
അതാണ് ഏറ്റവും വലിയ ഈശ്വരാരാധന എന്ന് പറയുന്നത്. ധർമ്മയേവ പരം ദൈവം, ധർമ്മമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത്. ധർമ്മയേവ മഹാധനം, ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നതും ധർമ്മം തന്നെയാണ്. അതിനേക്കാളും അപ്പുറത്തൊരു ധർമ്മമില്ല. പലരും അമ്മായിയച്ഛന്മാരെയൊക്കെ പിടിച്ചു പറിച്ച് മേടിക്കുന്ന സമ്പ്രദായമുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ ചേർത്തലയാണ്, അന്നത്തെ ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് 10 പവനും 1000 രൂപയുമാണ്. അന്നത്തെ വലിയ സ്ത്രീധനം 10 പവനും 1000 രൂപയും. അത് പന്തലിൽ കിട്ടണം. അത് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ പറ്റില്ല, പന്തലിൽ കിട്ടണം. ഈ പന്തലിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവന് സംശയം, തട്ടാപ്പണിക്കനെ കൊണ്ടാണ് പെണ്ണ് കല്യാണം കഴിക്കാൻ വരുന്നത്. ആ കൂട്ടത്തിലൊരു തട്ടാനും ഉണ്ടാവും. എന്തിനാണ്? ആ 10 പവനുണ്ടോ, 1 ഗ്രാം കുറഞ്ഞാൽ ഇന്ന് അത് കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, പെണ്ണവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പോവുകയാണ്. ഈ തന്തപ്പടി എന്ത് ചെയ്യും? എവിടുന്നെങ്കിലും ആരുടെങ്കിലും കടം മേടിച്ച് കൊണ്ടുവന്ന്, കാരണം അവൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ട കാര്യമാണ്, അവൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ആ 1 ഗ്രാം കൊണ്ടുവന്ന് കല്യാണം നടത്തിയിരിക്കും. അങ്ങനെയൊക്കെ പിടിച്ചു പറിച്ച് മേടിക്കുന്ന ആ ധനമുണ്ടല്ലോ, അമ്മായിയച്ഛനോടൊക്കെ മേടിക്കുന്ന ആ ധനം. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആശുപത്രി ഉണ്ടല്ലോ ഇവിടെ, ഇന്ന് സ്വാമി വന്നില്ലേ, അമൃതാനന്ദമയ ആശുപത്രി. ആ ഒരു പനിയും വന്ന് 1 മാസം കിടന്നാൽ മതി, അമ്മായിയച്ഛനോട് മേടിച്ചതും പോവും, അതിൻ്റെ അപ്പുറം അവരും മേടിച്ചിട്ട് പൊക്കോളും. അവർ വെറുതെ കൊണ്ടുപോകണമെന്നല്ല, അവർ ചികിത്സിച്ച് കൊണ്ടുപോകും. ആ ധനമൊന്നും ശാശ്വതമല്ല. പക്ഷേ ധർമ്മമെന്ന് പറയുന്ന ധനം കയ്യിലുള്ളവൻ ആ ധനത്തെ ഒരു ചോരനും കൊണ്ടുപോകില്ല. ചോരന്മാർ കൊടുക്കും തോറും ഏറിടുന്ന ധനമാണ് ധർമ്മമെന്ന് പറയുന്നത്. അതാണ് ധർമ്മ ഏവ മഹാധനം. ധർമ്മ സർവത്ര വിജയി എന്നും എല്ലായിടത്തും എപ്പോഴും വിജയിക്കുന്നത് ധർമ്മം മാത്രമായിരിക്കും. അധർമ്മം ഒരിടത്തും വിജയിക്കില്ല, അതോർത്തേക്കണം. ധർമ്മമേ വിജയിക്കുള്ളൂ. ചില സംഭവങ്ങളുടെയൊക്കെ പ്രാരംഭഘട്ടത്തിൽ അധർമ്മം വിജയിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവസാനം ധർമ്മം അവനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിൽ ചെന്ന് ഹൈക്കോടതിയുടെ മുകളിലേക്ക് നോക്കിയാൽ കാണാം വലിയ അക്ഷരത്തിൽ സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ, വേറെ ഒന്നും ജയിക്കില്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് ഉപനിഷത്ത് വാക്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. സത്യമേവ ജയതേ എന്നാ അനർത്ഥം, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അനർത്ഥം, കള്ളത്തരം ജയിക്കില്ല, അതവിടെ എഴുതിയിട്ടില്ല. അനർത്ഥമൊന്നും എഴുതിയിട്ടില്ല. സത്യമേവ ജയതേ. അപ്പം ധർമ്മം സർവത്ര വിജയി, എന്നും എല്ലായിടത്തും എപ്പോഴും വിജയിക്കുന്ന ശക്തിയാണ് ധർമ്മം. ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, ഈ ധർമ്മം നാം ആർക്ക് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്? ഈ ധർമ്മം നാം ആർക്ക് വേണ്ടിയിട്ടാണ് തന്നത്? നമുക്ക് പലർക്കും അറിയാൻ മേലാത്തൊരു ചോദ്യമാണ്. ഗുരു അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ധർമ്മയേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. അതിൻ്റെ ഉത്തരം ഗുരു തന്നിരിക്കുകയാണ്. ഭവതു ശ്രേയസേ നൃണാം. മനുഷ്യൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്, സർവതോന്മുഖമായ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ടാണ് നാം ശ്രീനാരായണ ധർമ്മത്തെ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. നമ്മുടെ സർവതോന്മുഖമായ മനുഷ്യരുടെ, ഇവിടെ ജാതി മത വ്യത്യാസ ഭേദമൊന്നുമില്ല, മനുഷ്യൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്കായിട്ടാണ് ശ്രീനാരായണ ധർമ്മം ഗുരു നമുക്ക് തന്നത്. പക്ഷേ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണില്ല. അവിടെയാണ് നമുക്ക് പറ്റിയ അപച്യുതി എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ച്യുതി സംഭവിച്ചത്, അവിടെയാണ്. ശ്രീനാരായണ ധർമ്മം ഏറ്റെടുക്കാൻ ജനമനസ്സുകൾ മുന്നോട്ട് വരുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവകഥ പറയുകയാണ്. ഒരുപാട് സമയമില്ല, നിർത്താറായി. 5:10 നിർത്താം അല്ലേ? എൻ്റെ വീട് തുറവൂര്, ചേർത്തല തുറവൂരാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അയലോക്കത്ത് തന്നെ ഒരു കുഞ്ഞച്ഛനുണ്ട്. കുഞ്ഞച്ഛനെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ക്രിസ്ത്യാനിയാണ്, എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ മണ്ണുവാരി കളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു, അങ്ങനെയൊക്കെ കഴിച്ച് വന്നവരാ. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു. 7ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഞാനും കുഞ്ഞച്ഛനും. കുഞ്ഞച്ഛൻ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കുഞ്ഞച്ഛനും. അങ്ങനെ അവിടെ എങ്ങനെ എന്തൊക്കെ കലമ്പ് കാണിക്കണം, സാർ അവനെ പുറത്താക്കും, അതൊന്നും അവനൊരു പ്രശ്നമില്ല. 7ാം ക്ലാസ് ആയിരുന്നപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചു. കുഞ്ഞച്ഛൻ്റെ അച്ഛൻ ഔസപ്പിയേട്ടൻ മരിച്ചുപോയി. അല്ല, ലോനൻ ചേട്ടൻ മരിച്ചുപോയി. അതായത് സംഭവ കഥയെന്ന് പറയാൻ കാര്യം, അദ്ദേഹത്തിൻ്റെ ജോലി ഈ സഹകരണ സംഘത്തിലെ തേങ്ങാ ചുമടായിരുന്നു. അന്നൊക്കെ സഹകരണ സംഘത്തിൽ ഈ നമ്മൾ വസ്തു വിട്ടുകൊടുത്തിട്ട് കാശ് മേടിക്കും. എന്നിട്ട് ഈ 2 മാസം കൊണ്ടുപോയി സഹകരണ സംഘക്കാർ വന്ന് തേങ്ങ ഇട്ട്
അത് ലേലം ചവര് വിറ്റ് നമ്മുടെ കടത്തിലേക്ക് വരവ് വെക്കും. അതിൻ്റെ ചുമട്ടുകാരനായിരുന്നു ലോനൻ ചേട്ടൻ. അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, ഈ കൊച്ചേർക്കാൻ അവൻ 7ൽ പഠിക്കുകയാണ്, 13 വയസ്സുള്ളപ്പോൾ അവൻ തേങ്ങാ ചുമടുകാരനായി, പഠിത്തം നിർത്തി. അപ്പോൾ ഞാൻ അവൻ്റെ അമ്മയോട് പറഞ്ഞ്, അവൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. തങ്കമ്മ ചേച്ചി അവൻ്റെ പഠിത്തം നിർത്തല്ലേ, മോനെ വേറെ വഴിയില്ല ജീവിക്കാൻ. പിന്നെ അവൻ അത് തന്നെ ഒരു സ്ഥിരം ജോലിയാണ്, സഹകരണ സംഘത്തിൻ്റെ ജോലിക്കാരനാണ്. അത് ചുമടാണെന്നേ ഉള്ളൂ, എന്തെങ്കിലും ആക്കി പഠിത്തം നിർത്തി. അങ്ങനെ തേങ്ങാ ചുമടിങ്ങനെ നടന്ന് ചുമട്ടുകാരനായിട്ട് നടന്നപ്പോൾ അവൻ പഴയ ഭാവമൊക്കെ മാറ്റി തലക്കിട്ട് കെട്ടാൻ തുടങ്ങി. അവരുടെ ചുമട്ടുകാരുടെ ഒരു ലക്ഷ്യമല്ല, ഈ മുഷിഞ്ചൊരു തോർത്തുണ്ടാകും, തലക്കിട്ടൊക്കെ കെട്ടി പൊടി മീശയൊക്കെ വെച്ച് പുള്ളി ബീഡി വലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ആവേശം. അന്ന് യുവജന സംഘടന, ഒരു വിപ്ലവ പാർട്ടിയുടെ യുവജന സംഘടനയിൽ അവൻ അംഗമായി. അവന് ചേർത്തെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവൻ ഒന്നുകൂടി നെളിയാൻ തുടങ്ങി. വിപ്ലവ പാർട്ടിയുടെ, ഞാൻ പാർട്ടീൻ്റെ ആണെന്നൊന്നും പറയല, ഈ പാർട്ടിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അത്യുഗ്രമായ ഒരു വിപ്ലവ പാർട്ടിയുടെ ഒരു യുവജന പ്രവർത്തകനായി അവൻ മാറി. അപ്പോൾ അവന് പാർട്ടി ക്ലാസ് കൊടുക്കണം എന്താണെന്നറിയാവാ, എടാ പള്ളിയിൽ പോകരുത്. നമ്മൾ ഈ വിശ്വാസമാണ്, ആ വിശ്വാസമല്ല, പള്ളിയിൽ പോകരുത്. ഇവൻ അങ്ങോട്ട് പള്ളിയിൽ പോവുകയില്ല. ഇവന് വിദ്യാഭ്യാസം ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ പറഞ്ഞു കൊടുത്ത എന്താണ്, പള്ളിയിൽ പോകരുതെന്ന് മാത്രമല്ല, പള്ളിയിൽ പോകുന്നവരെയൊക്കെ നീ ചീത്തയും പറയണം. അവൻ അതനുസരിച്ചു. അച്ഛനെയും കപ്പ്യാരെയും കാണുമ്പോൾ തുണിപൊക്കി കാണിക്കണം. അങ്ങനെ കാണിക്കണം പരമാവധി. അല്ല, അവരോട് ചീത്തപ്പെട്ട് കാര്യമില്ല, അച്ഛനെയും കപ്പ്യാരെയും കാണുമ്പോൾ തുണിപൊക്കി കാണിക്കണം. കുഞ്ഞച്ഛൻ പിന്നെ അതിൻ്റെ ആളായി. കുഞ്ഞച്ഛനെ പേടിച്ചിട്ട് അച്ഛനും കപ്പ്യാരും വരികയല്ല, കാരണം തുണിപൊക്കി കാണിക്കപ്പെടാൻ ചിലപ്പോൾ അണ്ടർവെയർ ഇട്ടില്ലെന്നിരിക്കും. അച്ഛനെ പേടിയാണ്, അച്ഛനും കപ്പ്യാർക്കും പേടിയാണ്. അപ്പം കപ്പ്യാർ ഞങ്ങളുടെ അതിലൊക്കത്തുള്ള ഒരാളാണ്. അപ്പോൾ ഇവൻ കപ്പ്യാർ വിളിച്ചടാ കുഞ്ഞച്ഛൻ നീ എന്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്, ഇതാ നമ്മുടെ സമുദായത്തിന് മോശമല്ല. അച്ഛൻ അതൊന്നും പറയല്ല, എനിക്കെൻ്റെ പാർട്ടി പറഞ്ഞാണ് വലുത്, ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇവന് കല്യാണം കഴിക്കേണ്ട പ്രായം വന്ന്. വീട്ടിൽ വേറെ ആരുമില്ല, അമ്മയും പ്രായമായി. ഇവന് കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ ക്രിസ്ത്യാനി ഭവനത്തിൽ നിന്ന് പെണ്ണ് കൊടുക്കണില്ല. അച്ഛനെ തുണിപൊക്കി കാണുന്നവന് നല്ല ക്രിസ്ത്യാനികൾ ആരും പെണ്ണ് കൊടുക്കില്ല. ഒരു സ്ഥലത്തുനിന്നും പെണ്ണ് കിട്ടില്ല. അവൻ പെണ്ണ് കണ്ട് മടുത്ത് അവൻ പെണ്ണ് കെട്ടണമുള്ള ആഗ്രഹം കൂടിയും വരികയാണ്. അച്ഛൻ മരിക്കും, അമ്മയാണെങ്കിലോ നിർബന്ധിക്കുകയാണ്, പെണ്ണ് കിട്ടണില്ല. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നീ അച്ഛനെ തുണിപൊക്കിയൊക്കെ കാണിക്കണം, ഇവിടുന്ന് പെണ്ണില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ സത്യക്രിസ്ത്യാനിക്ക് പെണ്ണ് കൊടുക്കുകയുള്ളൂ. ഇവൻ അവസാനം വലഞ്ഞ് വെച്ചാൽ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രതാപ എന്ത് ചെയ്യും, പെണ്ണ് കിട്ടണില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കപ്പ്യാർ ഞങ്ങളുടെ അതിലൊക്കെ നീ ചെന്ന് കപ്പ്യാരെ കാണും. കപ്പ്യാരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മിണ്ടല്ലേ കപ്പ്യാരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നീ വീഴ്ത്തണം. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ കപ്പ്യാരെ വീഴ്ത്തും? എനിക്കറിയാം, കപ്പ്യാർക്ക് ഒരു കുപ്പി കൊണ്ടേ കൊടുത്താൽ കപ്പ്യാർ വീഴും. അങ്ങനെ വീഴണ കപ്പ്യാരാണ്. നീ പറഞ്ഞൊരു കുപ്പിയും മേടിച്ച് നീ കപ്പ്യാരുടെ വീട്ടിൽ ചെല്ലുന്നു പറഞ്ഞു. എടാ നീ കൂടി ഒന്ന് എൻ്റെ കൂടെ വാ, എന്നോട് പറയാം. ഞാൻ പറഞ്ഞു ഞാനും വരാം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യമല്ലേ, അവൻ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കെട്ടട്ടെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഞാനും ചെന്നപ്പോഴേ കപ്പ്യാർ വാതിലടച്ചോടി എന്ന് കെട്ടിയ ആളോട് പറഞ്ഞു, കുഞ്ഞച്ഛൻ വരുന്നുണ്ട്, വാതിലടച്ചു. കപ്പ്യാരെ കാണിച്ചാൽ കുഴപ്പമില്ല, കപ്പ്യാരുടെ ഭാര്യനെ കാണിച്ചാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ പറഞ്ഞേ പ്രതാപനുണ്ട്. അപ്പം എന്നെ അവിടുത്തെ നാട്ടിലെ ഒരു നല്ല പയ്യനായിട്ടാണ് കരുതുന്നത്. നല്ലതൊന്നും ആയിരിക്കൂല, നല്ല പയ്യനായിട്ടാണ് എന്നെ കരുതുന്നത്. ഞാൻ കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് കപ്പ്യാരുടെ ഭാര്യയും കൂടി. അപ്പോൾ എന്താണ് ഇവനോട് മിണ്ടണില്ല, അതെ ഈ കപ്പ്യാരുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. കപ്പ്യാർ പേടിച്ച് ഞങ്ങളെ മുറിയുടെ അകത്ത് എൻ്റെ വായിലടിച്ച് എന്താണ് നമ്മൾ കപ്പ്യാരെ ഇവൻ്റെ അവസ്ഥ, ഇവന് ഒരു പെണ്ണും കൊടുക്കണില്ല. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാണ്? എന്നെ അച്ഛനെ തുണിപൊക്കി കാണിക്കാൻ ഞാനില്ല, ഞാൻ കണ്ണുകൊണ്ട് കാണിക്കും. ഇവനെ കുപ്പി എടുത്ത് മുമ്പിലായിട്ട് വെച്ചപ്പോൾ തന്നെ കപ്പ്യാരുടെ ഭാവം മാറി. പ്രതാപം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ കുപ്പിയാണ് കാരണം. ഞാൻ പറഞ്ഞു, അതെ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഒരു സമ്മതപത്രം കൊടുക്കണമല്ലോ, നമ്മുടെ കല്യാണത്തിന് കുറി കൊടുക്കുമല്ലോ, അതുപോലെ അച്ഛൻ്റെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ അച്ഛനേടാ പെർമിഷൻ പത്രം, ആ കുറിമാനം ഒന്ന് കൊടുക്കാൻ പറയണം. ഇപ്പം ഞാൻ എങ്ങനെ പറയും? കപ്പ്യാരെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം. ഞാൻ പറഞ്ഞാൽ വീഴ്ത്തി കഴിഞ്ഞാൽ ഇനിയും കൊണ്ടുവന്ന് തരാമെന്ന് പറയും. കാര്യം മദ്യം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നെങ്കിൽ നമുക്ക് ഈ സമയത്ത് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. തത്വമൊക്കെ മാറ്റി വെക്കും. കപ്പ്യാരി സമ്മതിച്ച്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, അടുത്ത ഞായറാഴ്ച കുർബാന, ആദ്യത്തെ കുർബാന രാവിലത്തെ കുർബാന കഴിയുമ്പോൾ അച്ഛൻ ഫ്രീ ആയിരിക്കും. പിന്നത്തെ കുർബാന 10 മണിക്കാൻ പറ്റുകയാണ്. നീ പ്രതാപനും വന്നം, നീ അല്ലെങ്കിൽ അവൻ അച്ഛനെ തുണിപൊക്കി കാണിച്ചാലോ അറിയാൻ പറ്റിയല്ല. നീയും കുഞ്ഞച്ഛനും പ്രതാപനും കൂടി പള്ളിയിൽ വന്നേക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൃത്യം. അപ്പോൾ കപ്പ്യാരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അച്ഛൻ നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഉത്തരം പറയണം. പ്രധാനമായിട്ടും ഈ ചോദ്യത്തിൽ അച്ഛൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് കുരിശെ കയറിയത് ആർക്ക് വേണ്ടിയിട്ടാണ്?
ഒറ്റ ചോദ്യം മിക്കവാറും ചോദിക്കും, കർത്താവ് കുരിശേ കയറിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഉത്തരം കപ്പ്യാർക്കും അറിഞ്ഞുകൂടാ, കപ്പ്യാർക്ക് ഉത്തരം അറിഞ്ഞുകൂടാ. ഏതായാലും അതിനുത്തരം കണ്ടുപിടിച്ച് നീ ഞായറാഴ്ച ആദ്യ കുർബാന കഴിയുമ്പോൾ പള്ളി വന്നേക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്ന് കാത്തു നിന്നപ്പോൾ അച്ഛൻ, ഈ കപ്പ്യാർ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പുറത്ത് വന്ന് ഇങ്ങനെ പള്ളി അവൻ കയറില്ല, പള്ളി കയറ്റിയേയില്ല. പള്ളിയുടെ സൈഡിൽ വന്ന് ഒരു കസരയിട്ട് അച്ഛനെങ്ങനെ ഇരുന്ന് അച്ഛൻ്റെ മുമ്പിൽ ഇവനെ ഹാജരാക്കി. ഞാൻ പറഞ്ഞിട്ടാ കൈയൊക്കെ കെട്ടി വിനീതമായിട്ടൊക്കെ നിന്നോളാം. ഇവൻ എപ്പോഴാണ് ഇതേ ചില സിനിമയിൽ ഇതേ ഇങ്ങനെ ഒരുത്തം കാണിക്കും, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തുണി ഉരിഞ്ഞുകൊണ്ട് പോക്കണം. ദിലീപിൻ്റെ ഒരു സിനിമയിലെ കാര്യം ഞാൻ പറയും, കാണിച്ചു കഴിഞ്ഞാൽ DEOയുടെ തുണി വരെ അവൻ പറിച്ചിട്ട് പോക്കളെ. അപ്പം ഞാൻ ഇവിടെ കൈകെട്ടി നിന്നോളാം. അച്ഛൻ ചോദിക്കണേന് എനിക്കറിയാമെങ്കിൽ ഉത്തരം പറ. ഇവിടെ പ്രതാപൻ നീ പറ. എനിക്കറിയാം, ഞാൻ ബൈബിളൊന്നും പഠിച്ചിട്ടില്ല, ഉള്ള കാര്യം അന്നത്തെ പ്രായം അതാണ് എനിക്ക്. അച്ഛൻ വന്നിരുന്ന്, എടാ കുഞ്ഞച്ചാ, എന്തോ ഞാൻ നിന്നോട് ഒരു ചോദ്യം, ഒറ്റ ചോദ്യം ചോദിക്കും, ഒരുപാട് ചോദ്യം, അതിന് ഉത്തരം തന്നാൽ നിനക്ക് കുറി തരാം, കല്യാണക്കുറി പെർമിഷൻ തരാം. കർത്താവ് കുരിശ്. അപ്പം കപ്പ്യാർ പറഞ്ഞിട്ടുണ്ട്, നിന്നോട് അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ പുറകെ ഞാനുണ്ടാവും, ഞാൻ അച്ഛൻ്റെ പുറകിലുണ്ടാവും, അച്ഛൻ കാണൂല. നിനക്ക് ഉത്തരം അറിയാൻ മേലെങ്കിൽ നീ എനിക്കിട്ട് നോക്കിയേക്കണം, അപ്പം ഞാൻ പുറകിൽ നിന്ന് ഉത്തരം കാണിച്ചു തരാം. അപ്പം ഇവന് ധൈര്യമായി. അപ്പോൾ കർത്താവ് കുരിശേ കയറി ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവനറിയാൻ മേല. ഇവൻ അച്ഛൻ്റെ തലയുടെ മുകളിൽ കൂടി കയറി കപ്പ്യാർക്കിട്ട് നോക്കി. കർത്താവ് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. ഈ മണ്ടൻ ഓർത്ത് കർത്താവിന് വേണ്ടിയിട്ടാണ്, അല്ല കപ്പ്യാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇവൻ ഓർത്തത്. കപ്പ്യാർ ഉദ്ദേശിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് കുരിശേ കയറിയെന്ന് പറയണം. ഈ കപ്പ്യാർ ഇങ്ങനെ കാണിച്ചപ്പോൾ ഈ മണ്ടൻ കുഞ്ഞച്ചൻ ഓർത്ത് കപ്പ്യാർക്ക് വേണ്ടിയിട്ടാണ്. അച്ഛോ അത് കപ്പ്യാർക്ക് വേണ്ടിയിട്ടാണ്. നിന്നോട് ആര് പറഞ്ഞു? അത് കപ്പ്യാർ ഇങ്ങനെ തൊട്ട് കാണിച്ചു. അപ്പം അച്ഛനെ പുറകെ നോക്കിയാൽ കപ്പ്യാരി മോഹൻലാൽ പൊട്ടങ്കളി കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ്, വേറെ വഴിയില്ലല്ലോ. അപ്പം അച്ഛന് മനസ്സിലായി ആരാണ് ഇത് പറഞ്ഞു കൊടുത്തുള്ള വിവരം. കപ്പ്യാർ അച്ഛന് മനസ്സിലായി. ശരി, ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കും, അതിനോട് ഉത്തരം തന്നില്ലെങ്കിൽ നിന്നെ ഔട്ടാക്കും, നിനക്കെന്ന് പെണ്ണ് തരൂല്ല, എൻ്റെ പത്രിക ഞാൻ തരൂല്ല. ഇവൻ അങ്കലപ്പായി. ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കുന്നു, കുഞ്ഞാടെ, ആർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശേ കയറിയത്? ഇവനറിയാൻ മേല. അവനെ ഇവൻ കപ്പ്യാർക്കിട്ട് നോക്കി. കപ്പ്യാർ ഇങ്ങനെ കാണിച്ചു. ഈ വിരൽ അച്ഛൻ്റെ നേരെ ആയിരുന്നു. കപ്പ്യാർ ഇങ്ങനെ കാണിച്ച്, എടാ നിനക്ക് വേണ്ടി തന്നെയാണെന്നാണ് പറയാം എന്നാണ് ഈ കപ്പ്യാർ കൊടുത്ത ആംഗ്യം. പക്ഷേ വിരൽ അച്ഛൻ്റെ നേരെയും മണ്ടനോർത്ത് അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛന് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശേ കയറിയത്. ജോറായില്ലേ? ആര് പറഞ്ഞു തന്നു? കപ്പ്യാർ പറഞ്ഞു തന്നു. ഞാൻ എന്തിനായി കഥ പറഞ്ഞു തന്നത്? ശ്രീനാരായണ ധർമ്മം ആർക്ക് വേണ്ടിയിട്ടാണ് ഗുരു പറഞ്ഞു തന്നത്? നമുക്കിന്നും അറിഞ്ഞുകൂടാ. ഉത്തരം ഗുരു തന്നെ പറയുകയാണ്, ഭവതു ശ്രേയസേ നൃണാം. അത് കപ്പ്യാർക്കും പൂജാരിക്കും വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മത്തെ ഗുരു പറഞ്ഞു തന്നത്. ധർമ്മയേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. മനുഷ്യൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടായിരിക്കണം ധർമ്മം. നാം അതിനു വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മത്തെ പറഞ്ഞു തന്നത്. ഇത് പറയുക മാത്രമല്ല ഗുരു ചെയ്തത്, ജീവിതം കൊണ്ട് പ്രവർത്തിച്ച് കാണിച്ചു. അതാണ് കുമാരനാശാൻ എഴുതിയത്. 1916 ഗുരുദേവൻ്റെ ഷഷ്ഠബ്ദപൂർത്തി ആഘോഷം നടക്കുമ്പോൾ ആശാൻ എഴുതി സമർപ്പിച്ച തൻ്റെ ഒരു ഗുരുദക്ഷിണയാണ് നാരായണമൂർത്തേ എന്ന് തുടങ്ങുന്ന ഗുരുസ്തവം. അതിനകത്ത് ആശാൻ എഴുതിയിരിക്കുകയാണ്, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്വൂ. അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയുസ് ബലി ചെയ്ത ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അല്ല, പ്രസംഗിക്കുക മാത്രമല്ല ഗുരു ചെയ്തത്, സ്വന്തം ജീവിതം കൊണ്ട് പ്രവർത്തിച്ച് കാണിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു പുരുഷായുസ് മുഴുവനും 72 സംവത്സരങ്ങൾ പൂർണ്ണമായും 73ാമത്തെ വയസ്സിൽ 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി, അന്ന് വ്യാഴാഴ്ചയായിരുന്നു, ശുക്ലഷഷ്ഠിയായിരുന്നു, അന്ന് അനിഴ നക്ഷത്രമായിരുന്നു. 5 ഉച്ച കഴിഞ്ഞ് 3:30 ഗുരുദേവൻ ആ വൈദിക മഠത്തിൽ വെച്ച് മഹാസമാധി പ്രാപിച്ചത്. ആ പ്രാപിച്ചത് വരെയുള്ള ഒരു പുരുഷായുസ് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അല്ലാണ്ട് പ്രസംഗിക്കുക അല്ലെങ്കിൽ ധർമ്മം എന്ന കൃതി എഴുതുക മാത്രമല്ല ചെയ്തത്. 24 മണിക്കൂറുള്ള ഇന്നത്തെ ഈ ദിവസം
2023 ഡിസംബർ മാസം 24 ഇന്നത്തെ ഒരു ദിവസം 24 മിനിറ്റ് 24 മണിക്കൂറുണ്ട്. 24 മിനിറ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? എനിക്ക് സാധിച്ചിട്ടില്ല, തുറന്നു പറയാം. എത്ര പേർക്കത് സാധിക്കും? ആ സ്ഥാനത്താണ് ഒരു പുരുഷായുസ് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ഗുരു. അതാണ് ആശാൻ എഴുതിയത്, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്. ആയുസ് ബലി ചെയ്തു, വപുസ് ബലി ചെയ്തു. വപുസ് ശരീരം, സ്വന്തം ശരീരം സമർപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ കാര്യമാണ് ഞാനിവിടെ ആദ്യം ചൊല്ലിയ പദ്യം. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. കുമാരനാശാൻ എഴുതിയ ഗുരുപാദ ദശകത്തിലെ 9ാമത്തെ പദ്യമാണ് ഞാനിവിടെ ചൊല്ലിയത്. ചെന്താർമങ്ങും മുഖം, ഗുരുവിൻ്റെ മുഖത്തെക്കുറിച്ച് കുമാരനാശാൻ എഴുതിയിരിക്കുകയാണ്. കുമാരനാശാൻ അല്ലാതെ ആധികാരികമായിട്ട് പിന്നെ ഗുരുവിൻ്റെ മുഖത്തെക്കുറിച്ച് എഴുതാൻ ആർക്കാണ് അർഹതയുള്ളത്? ഗുരുവിൻ്റെ നിഴലായി, ഗുരുവിൻ്റെ ചിഹ്നസ്വാമിയായി റെഡീമർ ബോട്ട് മുങ്ങി മരിക്കുന്നത് വരെ 1924 ഈ ജനുവരി 16 വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1924 ജനുവരി 16 വരുമ്പോൾ വിശ്വമഹാകവി കുമാരനാശാൻ ബോട്ട് മുങ്ങി അന്തരിച്ചിട്ട് 100 വർഷം തികയുകയാണ്. 100 വർഷം തികയുകയാണ്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് സ്മരിക്കാം, ആ രീതിയിലൊക്കെ സ്മരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. എങ്ങനെയൊക്കെ സ്മരിക്കാം അങ്ങനെയൊക്കെ സ്മരിക്കുക. ആ ആശാനോളം ഗുരുവിൻ്റെ ശരീരത്തെക്കുറിച്ച് പറയാൻ ആർക്കാണ് അർഹതയുള്ളത്? കാരണം ശരീരം ബലി ചെയ്തെന്നാണ് അല്ലേ? ആയുസ് ബലി ചെയ്തു, വപുസ് ബലി ചെയ്തു, ശരീരം ബലി ചെയ്തു. അപ്പം ശരീരം എങ്ങനെയെന്നറിയണ്ടേ? ചെന്താർമങ്ങും മുഖം, ഗുരുവിൻ്റെ മുഖം. ആ മുഖത്തിൻ്റെ മുന്നിൽ ചെന്താമരപ്പൂ വിടർന്നു നിന്നാൽ അത് മങ്ങിപ്പോകും. ഭാരതത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ഞാൻ, അഹങ്കാരത്തോടി പൂക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് ഞാൻ എന്ന അഹംഭാവത്തോടുകൂടി ചെന്താമരപ്പൂ ഗുരുവിൻ്റെ മുഖത്തിൻ്റെ ആ മുൻപിൽ തെളിഞ്ഞു നിന്നാൽ മങ്ങിക്കൂമ്പിപ്പോകും. ചെന്താമരപ്പൂവിൻ്റെ തേജസ്സിനെയും ഓജസ്സിനെയും വെല്ലുന്ന ഓജസ്സും കാന്തിയുമായിരുന്നു ഗുരുവിൻ്റെ മുഖകമലം. ഗുരുവിൻ്റെ കണ്ണുകൾ ചേതന നയനയുഗം. ആശാൻ എഴുതിയാണ് ചേതന നയനയുഗം. ചൈതന്യം നിറഞ്ഞു വഴിയുന്ന 2 കണ്ണുകൾ, ഗുരുവിൻ്റെ കണ്ണുകൾ. ചൈതന്യമാണ് അതിൽ നിന്ന് പ്രവഹിച്ചിരുന്നത്. ഈ കണ്ണുകളെക്കുറിച്ചാണ് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ വന്നപ്പോൾ, ഗുരുവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, പോകുന്നതിന് മുമ്പായി, കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് മഹാകവി ഗുരുവിൻ്റെ മുഖത്തെയും കണ്ണുകളെയും പുകഴ്ത്തിയത് ഇങ്ങനെയാണ്: ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ മുഖം. ആരുടെ? ഗുരുവിൻ്റെ മുഖം. ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ മുഖം ഞാൻ ഒരു കാലത്തും മറക്കില്ല. ഇത് പറഞ്ഞത് ഏഷ്യാ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യമായിട്ട് നൊബൽ സമ്മാനം കൊണ്ടുവന്ന ഭാരതത്തിൻ്റെ അഭിമാനമായ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞത്. ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ മുഖം ഞാൻ ഒരു കാലത്തും മറക്കില്ല. കണ്ണുകളെക്കുറിച്ച് പറഞ്ഞത് ആശാൻ പറഞ്ഞത് ചേതന നയനയുഗം. എന്താ വിശ്വമഹാകവി പറഞ്ഞത്? അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗ നയനങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ആശാൻ എഴുതിയത് എത്ര സത്യമാണെന്ന് ആലോചിച്ച് നോക്ക്. ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം. ഗുരുവിൻ്റെ നെറ്റിത്തടത്തെക്കുറിച്ച് ആശാൻ എഴുതിയാണ് മനോഹരമായ വിടർന്ന് വികസിച്ച നെറ്റിത്തടം. നൽപ്പൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് പൊരുരോമാളിയാളുന്ന പൂമൈ. ആ ഗുരുവിൻ്റെ പൂമൈ, പൂ പോലെയുള്ള ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഉരുകുന്ന സ്വർണത്തിൻ്റെ കാന്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ശരീരകാന്തി. ഇത് കണ്ട ആശാനാണ് എഴുതി വച്ചിരിക്കുന്നത്. കാണാത്ത നമുക്കൊന്നും അത് പറയാൻ പറ്റില്ല, സങ്കല്പിക്കാനേ പറ്റുകയുള്ളൂ. പുരുരോമാളിയാളുന്ന പടത്തെ നോക്കിയാൽ തന്നെ അറിയാം. രോമരാജി നിറഞ്ഞ ശരീരം, ഉരുകുന്ന സ്വർണത്തിൻ്റെ കാന്തി പ്രോജ്വലിക്കുന്ന ഗുരുവിൻ്റെ ശരീരം. ഇനി ആശാൻ ഗുരുവിൻ്റെ കൈകളെക്കുറിച്ച് എഴുതിയാണ്: ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും. ചന്തത്തിൽ ഏറ്റവും മനോഹരമായി
ജാനുവോളം വരുന്ന, ജാനു വെച്ചാൽ കാലിൻ്റെ മുട്ടാണ്, കാൽമുട്ടോളം വരുന്ന, അതിനാണ് മലയാളത്തിൽ പറയുന്ന ഒറ്റ വാക്ക് ആജാന ബാഹു. ഗുരുവിൻ്റെ ശരീരം, ദീർഘകായനായിരുന്നു ഗുരു. മുട്ടോളം എത്തുന്ന താമരപ്പൂക്കൾ പോലെയുള്ള 2 കൈകൾ. ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങൾ, താമരപ്പൂക്കൾ പോലെയുള്ള കൈകൾ. ഇതെല്ലാം തുംഗഭക്ത്യാ ചിന്തിച്ച്, ഇതൊക്കെ വർദ്ധിച്ച ഭക്തിയോടുകൂടി ഞാനിതാ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തുംഗഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി, ഈ ഗുരുവിനെ എൻ്റെ ഉള്ളത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുചരണയുഗം, ഈ ഗുരുവിൻ്റെ താമരപ്പൂക്കൾ പോലെയുള്ള 2 പാദങ്ങളെ ഞാനിതാ കുമ്പിടുന്നു. എത്ര മനോഹരമായിട്ട് തൻ്റെ ഗുരുഭക്തി ആശാൻ ഗുരുപാദ ദർശനത്തിൽ വിവരിച്ചിരിക്കുകയാണ്. എത്ര ഭംഗിയായിട്ട് ഗുരുവിൻ്റെ ശരീരത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. ആ ശരീരമാണ് അന്യർക്കു ഗുണം ആയുസ്സും വപുസ്സും. നമ്മുടെയൊക്കെ മേത്തൊരു എറുമ്പ് കടിച്ചാൽ നമുക്ക് സഹിക്കില്ല അല്ലേ? ആ പൂർണ്ണകായ ആ ശരീരം, തേജസ്സുറ്റ ശരീരം, ആ പുരുഷായുസ് മുഴുവനും മാനവരാശിക്ക് സമർപ്പിച്ച ആ ഗുരു, അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ആയുസ്സും വപുസ്സും, ആത്മതപസ് പോലും. ആത്മതപസ്സെന്ന് വെച്ചാൽ വർഷങ്ങളോളം മരുത്വാമലയിലും കൊടിതൂക്കിമലയിലും പുലിപ്പാറ് ഗുഹയിലുമൊക്കെ ഏകാന്തതയിൽ വർഷങ്ങളോളം ഏകാന്ത തപസ്സനുഷ്ഠിച്ച്, കഠിനമായ തപസ്സനുഷ്ഠിച്ച്, കരതലാമലകം പോലെ ഉള്ളം കയ്യിൽ വന്ന നെല്ലിക്ക പോലെ താൻ അനുഭവിച്ച ആ ആത്മീയ തേജസ്, ആത്മീയ ബലം, അതുപോലും മനുഷ്യർക്കായിട്ട് ഉപേക്ഷിച്ച ഗുരുവാണ്. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ മാത്രം ജനകോടികൾ മനസ്സിൽ ഇന്നും ഓർക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. ഗുരുവിനെ പോലെയോ ഗുരുവിനേക്കാളും മഹാത്മാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരാർജിച്ച ആ സമ്പത്തുണ്ടല്ലോ, ആ യോഗബലം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചില്ല. അവരുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം പ്രയോഗിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി, അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി ഇതെല്ലാം സമർപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ തന്ന ആ അനുഗ്രഹം, അതാണ് ശ്രീനാരായണ ധർമ്മം. ഞാൻ ധർമ്മത്തിലേക്കൊന്നും കടന്നില്ല, പറയാൻ പോയി ഞാൻ ഇവിടെ നിൽക്കില്ല. പ്രസിഡൻറ്റ് വാച്ചിട്ട് നോക്കുന്നു, അത് എനിക്കുള്ള മുന്നറിയിപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും നോക്കി, ഞാൻ കണ്ടു. വേണ്ട, നമുക്ക് അവരുടെ ക്ഷമ പരീക്ഷിക്കേണ്ട പ്രസിഡൻ്റെ, ഔചിത്യം വേണമല്ലോ. അപ്പം ഞാൻ ഔചിത്യമുള്ള ഒരാളാണ്. ആ ശ്രീനാരായണ ധർമ്മം എന്ന് നമുക്ക് അനുഗ്രഹവർഷമായി ഭവിക്കട്ടെ. ഈ മഹാഗുരു അനുഗ്രഹദായകനാണ്. ഈ ഗുരുവിനെ അറിഞ്ഞിട്ടുള്ളവരെല്ലാവരും ആദരിച്ച ചരിത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരുപാട് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. ധർമ്മത്തെക്കുറിച്ച് അധികമൊന്നും വിശദീകരിച്ചിട്ടില്ല. ഇനിയൊരു സന്ദർഭം വന്നാൽ ഞാനത് വിശദീകരിക്കുകയും ചെയ്യാം. എൻ്റെ ചെറിയ വാക്കുകൾ ശ്രവിച്ച ഗുരുഭക്തരായി നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് അവസരം തന്ന നമ്മുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികൾ, അതുപോലെ വരാതിരുന്നതിലൂടെ എന്നെ അനുഗ്രഹിച്ച അദ്ദേഹം, ആ യേസുകാരൻ, അദ്ദേഹം വന്നിരുന്നെങ്കിൽ എനിക്കിത് വല്ലതും പറയാൻ പറ്റുമോ? അദ്ദേഹത്തെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നമിക്കുകയാണ്. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.